Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. മിസ് തുടങ്ങാട്ടോ, ഓരോരുത്തർ ജോയിൻ ചെയ്യുന്നുണ്ട്. അതാണ് മിസ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയോ എല്ലാവരും? നോക്കിയിരുന്നോ? ക്ലിയർ ആണോ എല്ലാവരും? ഓക്കെ. മെയിൻ്റെനൻസ് ഇൻ ഹോസ്പിറ്റൽ, അവിടെ മുതലല്ലേ മിസ് തുടങ്ങേണ്ടത്? ജസ്റ്റ് മനസ്സിലാക്കി വെക്കാട്ടാ, അതിന് ക്വസ്റ്റ്യൻ വരാം. Which are the major steps of purchasing a capital equipment? അങ്ങനെ പറഞ്ഞ് ചോദിക്കാം കേട്ടാ. നിങ്ങൾ അത് ഏതൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കി വെക്കാം. ഷോർട്ടേജ് ഓഫ് പ്രോപ്പർ ആൻഡ് സഫിഷ്യന്റ് മെയിൻ്റെനൻസ് അല്ലെ? അതല്ലേ മിസ്? അതാണ് എടുത്തോണ്ടിരുന്നത് മിസ്, ആണോ? മെയിൻ്റെനൻസ് എക്യുപ്മെന്റില് രണ്ടാമത്തെ ഡിറ്റക്റ്റീവ് കഴിഞ്ഞു തോന്നുന്നു. ഡിറ്റക്റ്റീവ് പറഞ്ഞില്ലേ? ബ്രേക്ക് ഡൗണും ഡിറ്റക്റ്റീവും പറഞ്ഞില്ലേ മിസ്? ബ്രേക്ക് ഡൗൺ പറഞ്ഞോന്നറിയാം. പറഞ്ഞില്ല. ഓക്കെ. മിസ് എടുക്കാം. Divided into 3. Maintenance of equipment. Okay. Maintenance of equipment. Scientific approach to restrain the breakdown of an equipment is called maintenance. എന്താണ്? ഒരു ഉപകരണത്തിന്റെ ബ്രേക്ക് ഡൗൺ, അതായത് തകർച്ച, അതല്ലെങ്കിൽ അത് കേടാവുന്നത് അല്ലെ, റിപ്പയർ വരാത്ത രീതിയിൽ അതിന് തകർച്ച തടയുന്നതിനുള്ള സയന്റിഫിക് അപ്രോച്ച്, ശാസ്ത്രീയ സമീപനത്തെയാണ് മെയിൻ്റെനൻസ് എന്ന് പറയുന്നത്. ഡിവൈഡ് ആയിട്ട് ഇതിന് നമ്മൾ ഈ മെയിൻ്റെനൻസിന് നമ്മൾ 3ആയി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. മെയിൻ്റെനൻസ് ഫസ്റ്റ് വൺ പ്രിവെന്റീവ്. എന്തൊക്കെയാണ് പ്രിവെന്റീവ് ആയിട്ടുള്ള നമ്മൾ ചെയ്യുന്നത്? ഡൺ പീരിയോഡിക്കലി, DONE ഉണ്ട് കേട്ടോ, അന്ന് മിസ് പറഞ്ഞിട്ടുണ്ട്. ഡൺ പീരിയോഡിക്കലി, പീരിയോഡിക്കൽ ആയിട്ട് ചെയ്യുക. എന്തൊക്കെ? വൺസ് ഇൻ എ ഇയർ ഓർ 2. എന്താണ്?
ഒരു വർഷത്തിൽ അല്ലെങ്കിൽ 2 വർഷത്തും പീരിയോഡിക് ആയിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ വീടുകൾക്ക് പെയിന്റ് ചെയ്യുന്നത് അല്ലെ, കാറുകൾ സർവീസ് ചെയ്യുന്നത് അല്ലെ, അതൊക്കെ എന്താണ് പീരിയോഡിക് ആയിട്ടാണ് അല്ലെ, അത് കംപ്ലൈന്റ് വരാത്ത രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാണ് അല്ലെ, പരിപാലിച്ച് കൊണ്ടുപോകുന്നതല്ലേ. നെക്സ്റ്റ് ഡിറ്റക്റ്റീവ്. ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞാല് നമ്മൾ അറിയാം അല്ലെ, കുറ്റം കണ്ടുപിടിക്കൽ അല്ലെ, എന്തെങ്കിലും പെർട്ടിക്കുലർ പ്രോബ്ലംസ് കണ്ടുപിടിക്കുന്നതാണ് ഡിറ്റക്റ്റീവ്. ഡൺ ഫോർ ഫൈൻഡിങ് എ പെർട്ടിക്കുലർ പ്രോബ്ലം. എന്താണ് എ പെർട്ടിക്കുലർ പ്രോബ്ലം, ഒരു പ്രത്യേക പ്രശ്നം, അതിപ്പോ ഒരു മെഷീന് കംപ്ലൈന്റ് ആയി ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാല് അതെന്ത് ചെയ്യണം, അതിന്റെ പ്രോബ്ലംസ് ആ ബ്രേക്ക് ഡൗൺ ആവാനായിട്ട് എന്താണ് പ്രശ്നം അത് കണ്ടുപിടിക്കുന്നതാണ് ഡിറ്റക്റ്റീവ്. നെക്സ്റ്റ് ബ്രേക്ക് ഡൗൺ. ദ മെഷീൻ വിൽ ബ്രേക്ക് ഡൗൺ. മെഷീൻ നിന്ന് പോവുക അല്ലെ, ബ്രേക്ക് ഡൗൺ ആയി പോവുക. ആൻഡ് വിൽ നോട്ട് വർക്ക്, എന്ത് ചെയ്യുക, വർക്ക് ചെയ്യാതിരിക്കുക. ദ ആക്ടിവിറ്റി ഇസ് നോട്ട് കംപ്ലീറ്റഡ്. അപ്പൊ എന്ത് ചെയ്യും, ഒരു മെഷീൻ പ്രവർത്തിക്കാതായാൽ എന്ത് പറ്റും, ഇപ്പൊ റേഡിയോളജി സെക്ഷനിൽ അല്ലെങ്കിൽ സ്കാനിങ്ങിന്റെ അവിടുത്തെ മെഷീൻ വർക്ക് ചെയ്യുന്നില്ല, അവിടുത്തെ പ്രവർത്തനം ഇൻകംപ്ലീറ്റ് ആവും അല്ലെ, അവിടുത്തെ പ്രവർത്തനം നിന്നു പോകും. സ്കാനിങ്ങിന്റെ എക്സ്റേയുടെ മെഷീൻ വർക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ അവിടെ എക്സ്റേ എടുക്കാൻ പറ്റുമോ, ഇല്ല. അപ്പൊ ആക്ടിവിറ്റി നോട്ട് കംപ്ലീറ്റഡ് ഹിയർ, അവിടെ പ്രവർത്തനം ചെയ്യാൻ പറ്റില്ല, പ്രവർത്തനം കംപ്ലീറ്റ് ആവില്ല. ഐഡിയൽ ടൈം ആൻഡ് കോസ്റ്റ്. അപ്പൊ എന്താ വെച്ചാൽ ഒരു ബ്രേക്ക് ഡൗൺ, ഒരു എക്യുപ്മെന്റ് ആയിട്ട് ഒരു മെഷീൻ നിന്ന് പോയി കഴിഞ്ഞാല് അതിന് വേണ്ടി അത് റിപ്പയർ ചെയ്യേണ്ടി വരും അല്ലെ, നന്നാക്കാൻ സമയം എടുക്കാൻ, ടൈം വേസ്റ്റ് ആയിപ്പോ. അതിനുവേണ്ടി എടുക്കുന്ന ഐഡിയൽ ടൈം ആൻഡ് കോസ്റ്റ് എന്താണ്, നന്നാക്കാൻ എടുക്കുന്ന കോസ്റ്റിലെ ചെലവും കൂടുതലായിരിക്കും. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഷോർട്ടേജ് ഓഫ് പ്രോപ്പർ ആൻഡ് സഫിഷ്യന്റ് മെയിൻ്റെനൻസ് ഇൻ ഹോസ്പിറ്റൽ വിൽ ഫൈനലി ലീഡ് ടു എന്താണ്, പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ മെയിൻ്റെനൻസ് പരിപാലനങ്ങൾ നടത്തില്ലെങ്കിൽ ഹോസ്പിറ്റലുകളിലെ പ്രവർത്തനങ്ങളെ എന്തിലേക്കാണ് നയിക്കുന്നത്, റിസ്ക് ടു സേഫ്റ്റി സെക്യൂരിറ്റി ഓഫ് പേഷ്യൻസ് ആൻഡ് ഹൈജീൻ. എന്ത് പറ്റുന്നു, പേഷ്യൻസിന് സേഫ്റ്റി അല്ലെ, സുരക്ഷിതത്വം അല്ലെ, സെക്യൂരിറ്റി ഓഫ് പേഷ്യൻസ് ആൻഡ് ഹൈജീൻ, അവരെ ശുചിത്വത്തേക്ക് എന്ത് ചെയ്യും, ബാധിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മ ഒരു മെഷീൻ വാങ്ങുകയാണ്, ഇപ്പൊ എക്സ്റേ എടുക്കുന്ന മെഷീൻ അല്ലെങ്കിൽ റേഡിയേഷൻ എടുക്കുന്ന മെഷീൻ, അത് കറക്റ്റ് രീതിയിൽ പ്രോപ്പർ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും, ചിലപ്പോ അത് ഇപ്പൊ റേഡിയേഷൻ ആണെങ്കിൽ അത് കറക്റ്റ് രീതിയിലല്ല മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതെങ്കിൽ ചിലപ്പോ റേഡിയേഷൻ അമിതമായി പേഷ്യൻസിന്റെ മേലൊക്കെ പ്രവഹിക്കാം അല്ലെ, കറക്റ്റ് രീതിയിൽ അല്ലെങ്കിൽ എക്സ്റേ എടുക്കുമ്പോൾ കറക്റ്റ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ഇങ്ങനെ നിർത്തിങ്ങാണ്ടല്ലേ എടുക്കുന്നത്, അപ്പൊ ചിലപ്പോ എന്താണ് കുറച്ചും കൂടെ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ എന്താവും, ബുദ്ധിമുട്ടല്ലേ അത് പേഷ്യൻസിന്, ഹൈ റേഡിയേഷൻ അടിച്ചു കഴിഞ്ഞാല് അല്ലെ. അപ്പൊ ഓരോ കാര്യങ്ങളും കറക്റ്റ് രീതിയിൽ ആ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവും അല്ലെ, കറക്റ്റ് രീതിയിലല്ല അത് മെയിൻറ്റെയിൻ ചെയ്ത് പരിപാലിക്കുന്നുണ്ടെങ്കിൽ അത് പേഷ്യൻസിന്റെ റിസ്ക് അല്ലെ, പേഷ്യൻ സേഫ്റ്റിക്കും സുരക്ഷിതത്വത്തിക്ക് എന്താണ് റിസ്ക് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഹൈജീന് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ മറ്റേ ബയോമെഡിക്കൽ വേസ്റ്റുകൾ അല്ലെ, അതിനെന്താണ് ഇൻസിനറേഷൻ ഉണ്ട്, മൈക്രോവേവ് റേഡിയേഷൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അത് കറക്റ്റ് രീതിയിൽ അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ ശുചിത്വത്തെ ബാധിക്കും അല്ലെ, ഇല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്. നെക്സ്റ്റ് loss of utilization and revenue owing to failure, breakdown and closure of areas of equipment for repair. ഒരു പ്രത്യേക ഒരു ഏരിയ, ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പൊ നമുക്ക് പറയാം റേഡിയേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഒരു മെഷീൻ കംപ്ലൈന്റ് ആയിപ്പോയി, റേഡിയേഷൻ നടത്തുന്ന ഒരു മെഷീൻ കംപ്ലൈന്റ് ആയിപ്പോയി, ബ്രേക്ക് ഡൗൺ ആയി. ആൻഡ് ക്ലോഷർ ഓഫ് ഏരിയാസ് ഓഫ് ദി എക്യുപ്മെന്റ്സ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട് അല്ലെ, ആ മെഷീൻ റിപ്പയർ നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഏരിയ നിർത്തി വെക്കാം, ക്ലോസ് ചെയ്യും അല്ലെ, കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ ഒരു ദിവസത്തേക്കൊക്കെ അപ്പൊ എന്ത് ചെയ്യും, ക്ലോസ് ചെയ്തിടും. അപ്പൊ അതെന്ത് പറ്റും, എന്തിലേക്കാണ് അത് ലീഡ് ചെയ്യുന്നത്,
ലോസ് ഓഫ് യൂട്ടിലൈസേഷൻ അല്ലെ, ഉപയോഗമില്ലായ്മ. അവിടെ എന്താണ്, ആ മെഷീൻ കൊണ്ടുള്ള ഉപയോഗങ്ങൾ നടക്കില്ല. അതുകൊണ്ട് എന്ത് പറ്റും, റവന്യൂ ഓയിങ് ടു ഫെയിലിയർ, അവർക്ക് അതുകൊണ്ട് വരുമാനം ലഭിക്കില്ല അല്ലെ. ലഭിക്കോ? അതിൽ നിന്ന് ലഭിക്കുന്ന ഇൻകം ഉണ്ട് അല്ലെ, റേഡിയേഷനിലെ ചാർജ് കൊടുക്കണ്ടേ നമ്മ ഹോസ്പിറ്റലില്. അപ്പൊ അവിടുത്തെ മെഷീൻ കംപ്ലൈന്റ് ആയിക്കഴിഞ്ഞാല് ആ സ്ഥലം, ആ പ്രത്യേക ഏരിയ എന്ത് ചെയ്യും, അടച്ചിടേണ്ടതായിട്ട് വരും. ആ മെഷീൻ റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി അടച്ചിടേണ്ടതായിട്ട് വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ പ്രവർത്തനത്തെ, അവിടുത്തെ പ്രവർത്തനങ്ങള് നടക്കാതെ വരും. അപ്പൊ അതുമൂലം നമുക്ക് എന്ത് വരും, വരുമാനം നിലക്കുന്നുണ്ട്, ഇൻകം, റവന്യൂ ഇൻകം നിലയ്ക്കുന്നു. ക്ലിയർ ആയോ? നെക്സ്റ്റ്, ലോസ് ഓഫ് ഗുഡ് വിൽ owing to inefficiency and declining standard. അത് നിങ്ങൾക്ക് തന്നെ പറയാലോ. ഇൻഎഫിഷ്യൻസി, കാര്യക്ഷമതയില്ലായ്മയും നിലവാര തകർച്ചയും അതെങ്കിലേക്ക് നയിക്കുന്ന അവരുടെ ഗുഡ് വില്ലിനെ അല്ലെ, ആ ഹോസ്പിറ്റലിന്റെ ഗുഡ് വില്ലിനെ, സൽപ്പേരിനെ ബാധിക്കില്ലേ, മെയിൻ്റെനൻസ്, ആ സൽപ്പേരിനെ ബാധിക്കും. ഒരു മെഷീൻ നല്ല രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ എന്ത് പറ്റും, ആ മെഷീന്റെ കണ്ടീഷൻ മോശമാവും അല്ലേ, അല്ലേ? അപ്പൊ എന്ത് പറ്റും, കാര്യക്ഷമതയില്ലായ്മയും നിലവാര തകർച്ചയും അവിടുത്തെ ആ ഹോസ്പിറ്റലിന്റെ സൽപ്പേരിനെ ബാധിക്കുന്നു. റിഡക്ഷൻ ഇൻ എഫക്റ്റീവ് ലൈഫ് ഓഫ് പ്രോപ്പർട്ടി ആൻഡ് എക്യുപ്മെന്റ്, വസ്തുവകകളുടെയും പ്രോപ്പർട്ടി അതായത് മെറ്റീരിയൽസ് ആവാം, ഗുഡ്സുകളാവാം അല്ലെ, വസ്തുവകകളുടെയും എക്യുപ്മെന്റുകളുടെയും ഉപകരണങ്ങളുടെയും ഫലപ്രദമായ ആയുസ് കുറയ്ക്കുന്നു. അതായത് കറക്റ്റ് രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഒരു മെഷീൻ നല്ല രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അതെന്ത് പറ്റുന്നു, അത് കാലഹരണപ്പെട്ടോ അല്ലെ, നശിച്ചു പോകില്ലേ. ഇപ്പൊ പ്രോപ്പർട്ടി, ഇപ്പൊ നമുക്ക് എന്താണ്, ഡ്രഗ്സുകള്, ഫിഫോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ, എക്സ്പയറി ഡേറ്റ് കഴിയുന്ന മെഡിസിനുകള്, തീരാറായ മെഡിസിനുകൾ അല്ലെ, എക്സ്പയറി ഡേറ്റ് കുറച്ചുള്ള ഫ്രണ്ടിൽ വെക്കുക, എക്സ്പയറി ഡേറ്റ് ഉള്ളത് ബാക്കിൽ വെക്കുക. അപ്പൊ എന്ത് ചെയ്യാ, ഇങ്ങനെയൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ അതെന്ത് പറ്റും, നശിച്ചു പോയില്ലേ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു പോകൂലേ. പിന്നെ അതെന്ത് ചെയ്യാനേ പറ്റുള്ളൂ, നമുക്ക് ഡിസ്പോസ് ചെയ്യാനല്ലേ പറ്റുള്ളൂ. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, കളയാനേ പറ്റുള്ളൂ. അതേപോലെ എന്താണ് നെറ്റ് റിഡക്ഷൻ, എന്താണ് വസ്തുവകകളുടെയും അതായത് ഗുഡ്സുകളുടെ ആവാം അല്ലെങ്കിൽ സാധനങ്ങളുടെ ആകാം. അപ്പൊ വസ്തുവകകളുടെയും ഉപകരണങ്ങളുടെയും ഫലപ്രദമായ ആയുസ് കുറയ്ക്കൽ. ക്ലിയർ ആയോ അത്? മെയിൻ്റെനൻസ് ഇൻ ഹോസ്പിറ്റലിലെ എക്യുപ്മെന്റുകൾ അല്ലെങ്കിൽ മെഷീനറീസ് എങ്ങനെയാണ് പരിപാലിക്കേണ്ടത്? ഫസ്റ്റ്, റിസ്ക് ടു സേഫ്റ്റി, സെക്യൂരിറ്റി ഓഫ് പേഷ്യൻസ് ആൻഡ് ഹൈജീൻ. എന്താണ്, നല്ല രീതിയിലല്ല ഒരു എക്യുപ്മെന്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നെങ്കിൽ അത് പേഷ്യന്റിന്റെ സേഫ്റ്റിക്കും സെക്യൂരിറ്റിക്കും അല്ലെങ്കിൽ അവിടുത്തെ ആ ഹോസ്പിറ്റലിന്റെ ശുചിത്വത്തെയും ബാധിക്കുന്നു. ഇപ്പൊ ഞാൻ മിസ് പറഞ്ഞ നമ്മൾ റേഡിയേഷൻ നടത്തുന്ന മെഷീൻസ് അത് നല്ല രീതിയിൽ വർക്കല്ല, അവർ മെയിൻറ്റെയിൻ ചെയ്തിരുന്നില്ലെങ്കിൽ എന്ത് പറ്റും, ചിലപ്പോ റേഡിയേഷൻ നടത്തുമ്പോ ഓവറായിട്ട് അല്ലെ, പേഷ്യൻസിൽ റേഡിയേഷൻ നടത്തി കഴിഞ്ഞാൽ എന്ത് പറ്റും, അത് ശരിയാണോ? പേഷ്യന്റിന്റെ ശരീരത്തില് ഓവർ റേഡിയേഷൻ ഏറ്റ് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ അതെന്താ, അവരെന്തിനെയാണ് ബാധിക്കുന്നത്, സേഫ്റ്റിക്കും സെക്യൂരിറ്റിക്കും അല്ലേ. അതാണ് അവിടെ പറഞ്ഞത്, ഹൈജീൻ, ഹോസ്പിറ്റലിന്റെ ശുചിത്വത്തെ ബാധിക്കുന്നല്ലേ. നല്ല രീതിയിൽ ഓരോ മെഷീനറീസും എന്താണ് വർക്ക് ചെയ്തില്ലെങ്കിൽ അല്ലെ ഹോസ്പിറ്റലിന്റെ ശുചിത്വത്തെയും ബാധിക്കുന്നുണ്ട്. ക്ലിയർ ആയോ അത്?
നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. മെയിൻ്റനൻസ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ എക്യുപ്മെന്റുകൾ എങ്ങനെയാണ് പരിപാലിക്കേണ്ടത്? മസ്റ്റ് ബി ഡൺ ബൈ പ്രോപ്പർ ഇൻസ്റ്റോളേഷൻ അല്ലെ, നല്ല രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യുക. എന്താണ് നമ്മുടെ മെഷീനറീസിന്റെ പാർട്ടുകളൊക്കെ അല്ലെ കറക്റ്റ് രീതിയിൽ ഫിറ്റ് ചെയ്യുക. നെക്സ്റ്റ് അപ്കീപ്പിംഗ്, അതായത് കെയറിംഗ് ആൻഡ് റിപ്പയറിംഗ്. എന്താണ് നല്ല രീതിയിൽ സൂക്ഷിക്കുകയും കീപ്പ് ചെയ്യുകയും റിപ്പയർ ചെയ്യുകയും നന്നാക്കുകയും ചെയ്യുക. പീരിയോഡിക് ക്ലീനിങ് ആൻഡ് ചെക്കിംഗ് ഓൺ പ്രിവെന്റീവ് മെയിൻ്റനൻസ്. എന്താണ് പീരിയോഡിക് ക്ലീനിങ് അല്ലെ, ഓരോ ഇന്റർവെല്ലുകള് നിശ്ചയിച്ചെങ്ങാനുണ്ട് ക്ലീൻ ചെയ്യുക, മെഷീനറീസ് ഒക്കെ ക്ലീൻ ചെയ്യുക. ചെക്കിംഗ് ഓൺ പ്രിവെന്റീവ് മെയിൻ്റനൻസ്. എന്താണ് പ്രിവെന്റീവ് ആയിട്ടുള്ള മെയിൻ്റനൻസുകൾ നടത്തുക. അതിന്റെ കേടുപാടുകൾ, ആ ഒരു മെഷീൻ മേടിച്ചു കഴിഞ്ഞാല് അതിന്റെ കേടുപാടുകൾ, ആ മെഷീന് കേടുപാടുകൾ വരാത്ത വിധത്തില് എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. റെക്കോർഡ് കീപ്പിംഗ്. എന്താണ് റെക്കോർഡുകള് സൂക്ഷിക്കുക. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ അല്ലെ, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഓരോ എക്യുപ്മെന്റുകൾ മേടിച്ചാലും അതിനെ കുറിച്ചുള്ള വിവരങ്ങൾ എഴുതി വെക്കില്ല ഒരു റെക്കോർഡുകളില്. ഇന്ന മെഷീനറീസ് ഇന്ന സമയത്ത് യൂസ് ചെയ്ത് വാങ്ങിച്ചു അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങള് അപ്പൊ യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള റെക്കോർഡുകള് കീപ്പ് ചെയ്യുക. പ്രൊക്യൂർമെന്റ് ഓഫ് സ്പെയർസ്. എന്താണ് ഒരു സാധനം കേടായാൽ അത് നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ സ്പെയർസ് ആവശ്യമായിട്ട് വരും അല്ലെ, ഭാഗങ്ങള്. ഇപ്പൊ നമ്മുടെ വീടുകളിലുള്ള ഒരു വാഷിംഗ് മെഷീൻ കംപ്ലൈന്റ് ആയി, അത് നന്നാക്കണമെങ്കിൽ അതിനാവശ്യമായ സാധനങ്ങൾ വേണ്ടേ, സ്പെയറുകൾ വേണ്ടേ? അപ്പൊ എന്താണ് ഈ എക്യുപ്മെന്റുകളുടെ, ഈ മെഷീനറീസിന്റെ സ്പെയർസുകളുടെ സംഭരണം, റിക്വയർമെന്റ്, ലഭ്യത. രണ്ടാമത്തേത് അപ്കീപ്പിംഗ് ആൻഡ് റിപ്പയേഴ്സ്. എന്താണ് നല്ല രീതിയിൽ പ്രോപ്പറായ രീതിയിൽ സൂക്ഷിക്കലും റിപ്പയർ ചെയ്യലും നന്നാക്കലും. അത് സിമ്പിൾ അല്ലേ? യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്. ഒരു എക്യുപ്മെന്റിന്റെ ഉപയോഗം, യൂട്ടിലൈസേഷൻ എങ്ങനെയായിരിക്കണം? അത് ഡി ആണ് കേട്ടോ, എ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്, ഡി ആണ് നാലാമത്തെ പോയിന്റ് അല്ലേ ഇത്. അതൊന്ന് കറക്റ്റ് ചെയ്തോളൂ കേട്ടോ. ഡി ആണ് മുകളിൽ കണ്ടില്ലേ? ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് മാനേജ്മെന്റ് കൺസിസ്റ്റ് ഓഫ് 5 പോയിന്റ്സ്. ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് മാനേജ്മെന്റ് 5 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. എന്താണ്? ഫസ്റ്റ് വൺ, പ്ലാനിങ് ഫോർ ദി എക്യുപ്മെന്റ്, പർച്ചേസിംഗ് ഓഫ് എക്യുപ്മെന്റ്, മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്, യൂട്ടിലൈസേഷൻ അല്ലെ, ഡി അല്ലേ? ഇവിടെ എ ആണ് കേട്ടോ തന്നിരിക്കുന്നത്, അതൊന്ന് കറക്റ്റ് ചെയ്യാട്ടോ. Next, utilization has to be 80% to 90%. നമ്മ ഒരു മെഷീനിന്റെ 80% മുതൽ 90% വരെ യൂസ് ചെയ്യുക. നോ അണ്ടർ ഓർ ഓവർ യൂട്ടിലൈസേഷൻ. എന്താണ് ഓവർ 90ലേക്ക് എബോവ് ആവാൻ പാടില്ല, ബിലോ ആവാൻ പാടില്ല. അത്രയും പ്രൊഡക്ടിവിറ്റി യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മ വീടുകളിൽ, നമ്മുടെ വീട്ടിലുള്ള മിക്സി തന്നെ ഒരു പരിധി കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? നമ്മ ഒരുപാട് നേരം ഓവറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഓവറായിട്ട് നമ്മ മിക്സിയൊക്കെ വർക്ക് ചെയ്യിച്ചാൽ എന്ത് പറ്റും? കത്തിപ്പോവില്ലേ, ഹീറ്റായി ഓഫായി ഒക്കെ പോവില്ലേ? അപ്പൊ ഓരോ മെഷീനും എന്താണ്, ആ മെഷീന്റെ കപ്പാസിറ്റി എന്താണ്, 80% to 90% നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. അധികം അതില് കൂടാനും പാടില്ല, അതില് കുറയാനും പാടില്ല. നെക്സ്റ്റ് ഇ ആണ് കേട്ടോ. ബി എന്നുള്ളത് ഇ ആണ് കേട്ടോ. ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ്. എക്യുപ്മെന്റുകളെ തള്ളിക്കളയാം. നമ്മളൊരു സാധനം എപ്പോഴാണ് തള്ളിക്കളയുന്നത്, വേണ്ടാന്ന് വെക്കുന്നത്, അവോയ്ഡ് ചെയ്യുന്നത് എപ്പോഴാണ്? ചീത്തയാവുമ്പോൾ അല്ലെ, ഡാമേജ് പറ്റുമ്പോൾ അല്ലെ, സ്ക്രാപ്പില് കൊടുക്കാനൊക്കെ ആയിട്ട് അല്ലെ. ചിലപ്പോ അല്ലെങ്കിൽ എന്താണ് ഓൾഡ് ഫാഷൻ ആവുമ്പോ അല്ലെ, ഫാഷൻ ഇപ്പൊ നമ്മ വീടുകളിൽ വരുന്ന ഇപ്പൊ എന്താണ്
സ്മാർട്ട് ടിവികളൊക്കെയാണ് അല്ലെ. അപ്പൊ നമ്മ പഴയ ടിവികള് മാറ്റി കണ്ടിട്ട് പുതിയത് വാങ്ങും ആണോ? ട്രെൻഡിങ് ആയിട്ടുള്ളത് അല്ലെ, ന്യൂ മോഡലൊക്കെ വരുമ്പോ നമ്മത് പഴയത് അവോയ്ഡ് ചെയ്യും. അപ്പൊ സ്ക്രാപ്പ് ഐറ്റം, ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റുകള് തള്ളിക്കളയുക. സ്ക്രാപ്പ് ഐറ്റം ഫോർ റീസെല്ലിംഗ്, എന്താണ് നമുക്ക് സ്ക്രാപ്പ് ഐറ്റം പഴയ സാധനങ്ങൾ രണ്ടാമത് വിൽക്കുക അല്ലെ, റീസെല്ലിംഗ് നടത്തുക. ആൻഡ് ഗിവിംഗ് ഫ്രീ ടു സ്മോൾ ഹോസ്പിറ്റൽസ്, എന്താണ് അതല്ലെങ്കിൽ ചെറിയ ഹോസ്പിറ്റൽ, ചിലപ്പോ എക്യുപ്മെന്റുകൾ വാങ്ങാനുള്ള ബഡ്ജറ്റ് ഒന്നും ഇല്ലാത്ത ഹോസ്പിറ്റലുകളിലേക്ക് കൊടുക്കുക. പഴയ സാധനങ്ങൾ, സ്ക്രാപ്പ് ആയിട്ടുള്ള പഴയ സാധനങ്ങൾ ഒന്നില്ലെങ്കിൽ അത് വിൽക്കുക, രണ്ടാമത് വിൽപ്പന നടത്തുക, അതല്ലെങ്കിൽ ചെറിയ ഹോസ്പിറ്റലുകൾക്ക് ഫ്രീ ആയിട്ട് നൽകുക. നെക്സ്റ്റ്, പ്രൈം ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡിനറി പർച്ചേസ് ആൻഡ് ക്യാപിറ്റൽ എന്നാണ് കേട്ടോ. ഇത് തിരുത്താട്ടോ. ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ഒന്ന് തിരുത്തിക്കോളൂട്ടോ. അത് ഓർഡിനറി പർച്ചേസും, ഓർഡിനറി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നടത്തുന്ന ചെറിയ ചെറിയ പർച്ചേസിംഗ് ഇല്ലേ, അധികം റേറ്റ് വരാത്ത ചീപ്പ് റേറ്റിൽ കിട്ടുന്ന സാധനങ്ങൾ, അങ്ങനെയുള്ള ഓർഡിനറി പർച്ചേസിങ്ങും ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്, വ്യത്യാസം എന്താണ്? എക്സ്റ്റെൻഡ് നെഗോഷിയേഷൻ, നെഗോഷിയേഷൻ നമുക്കറിയാം അല്ലെ, ചർച്ച എന്ത് ചെയ്യുക, എക്സ്റ്റെൻഡ് ചെയ്യുക, നീട്ടുക. എപ്പോഴായിരിക്കും ചർച്ച കൂടുതലായിട്ട് നടത്തേണ്ടി വരുന്നത്? എന്ത് സാധനങ്ങൾ വാങ്ങുമ്പോഴാണ് നമ്മൾ ഒരുപാട് നേരം ചർച്ച ചെയ്യേണ്ടി വരുന്നത്? ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങുമ്പോ അല്ലെ. അപ്പൊ ഹൈ ഇൻ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിങ്, നെഗോഷിയേഷൻ, ചർച്ച കൂടുതലായിട്ട് ആവശ്യം വരുന്നത് ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിംഗിലാണ്. ലോ ഇൻ ഓർഡിനറി പർച്ചേസിങ്, സാധാരണ പർച്ചേസിംഗില് ചർച്ച എന്താണ്, കുറഞ്ഞത് മതി അല്ലെ, കുറച്ചു നേരത്തേക്കുള്ള മതി. നെക്സ്റ്റ്, ലീഡ് ടൈം റിക്വയർമെന്റ്. നമ്മൾ എന്താണ് ലീഡ് ടൈം എന്ന് പറയുന്നത്? ഒരു സാധനം നമ്മൾ ഓർഡർ നൽകി കാണിട്ട് നമുക്ക് അത് ഡെലിവറി ചെയ്യാൻ എടുക്കുന്ന സമയം അല്ലെ, നമ്മുടെ സ്റ്റോറില് ഡെലിവറി ചെയ്യാൻ എടുക്കുന്ന ആ സമയമാണ് ലീഡ് ടൈം. ആ ലീഡ് ടൈം എങ്ങനെയാണ്? ഏതിലായിരിക്കും കൂടുതൽ, ഏതിലായിരിക്കും കുറവ് വരുന്നത്? ഹൈ ഇൻ ക്യാപിറ്റൽ പർച്ചേസ് അല്ലെ, ക്യാപിറ്റൽ പർച്ചേസിൽ ഹൈ കൂടുതലും ഓർഡിനറി പർച്ചേസിൽ കുറവുമായിരിക്കും അല്ലേ. ക്യാപിറ്റൽ പർച്ചേസ് എന്ന് പറഞ്ഞാല് വലിയ മൂലധനം മുടക്കി നമ്മൾ മേടിക്കുന്ന സാധനങ്ങളില്ലേ. ഓക്കെ, പ്രൈം ഡിഫറൻസ് എന്ന് വെച്ചാൽ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിങ്ങും ഓർഡിനറി പർച്ചേസിംഗ് തമ്മിലുള്ള ഡിഫറൻസ്, വ്യത്യാസം എന്താണ്? ഫസ്റ്റ് വൺ, എക്സ്റ്റെൻഡ് നെഗോഷിയേഷൻ. നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ ചർച്ച നീളല്. ഇപ്പൊ നമ്മൾ എന്ത് കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴായിരിക്കും ഒരുപാട് നേരം സംസാരിക്കേണ്ടതായിട്ട് വരുന്നത്? ക്യാപിറ്റൽ എക്യുപ്മെന്റുകൾ പർച്ചേസ് ചെയ്യുമ്പോഴാണോ? ഓർഡിനറി പർച്ചേസിംഗിലാണോ? ക്യാപിറ്റൽ അല്ലേ. ഓർഡിനറി പർച്ചേസിംഗ് പറഞ്ഞാല് സാധാരണ നടത്തുന്ന, അധികം റേറ്റ് ഇല്ലാത്ത ചീപ്പായിട്ടുള്ള സാധനങ്ങൾ അല്ലെ, സാധാരണ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ. ഇപ്പൊ ഡ്രഗ്സുകളാകാം, മറ്റു ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മെഷീനറീസ് ആകാം, എക്യുപ്മെന്റുകളാകാം, നമ്മ എപ്പോഴെപ്പോഴും പർച്ചേസ് ചെയ്യാത്ത സാധനങ്ങൾ. അപ്പൊ ഏതിനാണ് കൂടുതൽ നേരം? ഇപ്പൊ നമ്മുടെ വീട്ടില് നമ്മ ഒരു സാധനം മേടിക്കുക, നമ്മ സാധാരണ നമ്മ കിച്ചണിൽ യൂസ് ചെയ്യുന്ന പലചരക്ക് സാധനങ്ങളും ഫ്രിഡ്ജ്, ടി വി എന്തോ മേടിക്കാൻ പോയാൽ നമുക്ക് ഏതിനായിരിക്കും കൂടുതൽ നേരം വേണ്ടത്? നോക്കാനും നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാനും ഏതിനായിരിക്കും? ടി വിക്കല്ലേ. അതെന്താണ്? ക്യാപിറ്റൽ എക്യുപ്മെന്റ് ആണ് അല്ലെ. ടി വി ക്യാപിറ്റൽ എക്യുപ്മെന്റ് ആണ്. മറ്റേത് എന്താണ്? ഓർഡിനറി പർച്ചേസ് ആണ് അല്ലെ, സാധാരണ നമ്മൾ നടത്തുന്ന പർച്ചേസിംഗ് ആണ് അല്ലേ. ഇപ്പൊ ക്ലിയർ ആയോ അഞ്ജുന്? വൺ ടൈം പർച്ചേസിംഗ്. ഓക്കെ,
അപ്പൊ ക്യാപിറ്റൽ എക്യുപ്മെന്റിന് ഹൈ നെഗോഷിയേഷൻ ടൈമും മറ്റേ ഓർഡിനറി പർച്ചേസിന് കുറവുമായിരിക്കും. ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സാധനം ഓർഡർ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കത് ഡെലിവറി ചെയ്യും, നമ്മുടെ സ്റ്റോറില് ഡെലിവറി ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ലീഡ് ടൈം. അപ്പൊ ക്യാപിറ്റൽ പർച്ചേസിന് അല്ലേ, അതിനെന്താണ് ലീഡ് ടൈം ഒരുപാട് വേണ്ടി വരും അല്ലെ, നിർമ്മിച്ച് നമുക്ക് കൊണ്ടുതരുന്നതിന് വേണ്ടി അല്ലെ. ഓർഡിനറി പർച്ചേസിങ്ങിന് കുറവ് സമയം മതിയാവും. സൈസ് ഓഫ് എക്സ്പെൻഡിച്ചർ എന്തെങ്ങനെയായിരിക്കും? ക്യാപിറ്റൽ എക്യുപ്മെന്റ് വെരി ഹൈ എക്സ്പെൻഡിച്ചറും ഓർഡിനറി പർച്ചേസിങ്ങിന് ലോവുമായിരിക്കും. അവൈലബിലിറ്റി ഓഫ് സോഴ്സ്, ഈ സാധനങ്ങൾ ലഭിക്കുന്ന സോഴ്സ് ഉറവിടങ്ങൾ എങ്ങനെയായിരിക്കും? ക്യാപിറ്റൽ എക്യുപ്മെന്റുകൾ കിട്ടുന്ന സ്ഥലങ്ങൾ കുറവായിരിക്കും അല്ലേ? അപ്പൊ ക്യാപിറ്റൽ വെരി ലോ ഇൻ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ്. എന്താണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുന്ന സോഴ്സുകൾ ഉറവിടങ്ങള് കുറവായിരിക്കും. ക്ലിയർ ആയോ? നെക്സ്റ്റ് 3 ways to obtain an item to an organization. എന്താണ് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇപ്പൊ ഹോസ്പിറ്റലില് എങ്ങനെയൊക്കെയാണ് ഒരു പുതിയ ഒരു ഐറ്റംസ് ഒരു സാധനം വാങ്ങുന്നത്? 3 വഴികളിലൂടെയാണ് അവർ സാധനങ്ങൾ വാങ്ങുന്നത്. നമ്മളാണെങ്കിൽ അങ്ങനെയാണ് അല്ലെ? നമ്മുടെ വീട്ടിൽ ഇപ്പൊ ഒരു കാർ, പുതിയതല്ല, ഒരു കാറ് വാങ്ങണം. ഏതൊക്കെ രീതിയിൽ നമുക്ക് കാറ് വാങ്ങാം? പുതിയത് വാങ്ങാം അല്ലെ? ന്യൂ കാർ മേടിച്ചോടെ പുതിയത് വാങ്ങാം. പിന്നെ യൂസ്ഡ് കാർ മേടിച്ചൂടെ? സെക്കൻഡ് ഹാൻഡ് കാറുകൾ മേടിച്ചൂടെ? സെക്കൻഡ് ഹാൻഡ്. ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയത് വാങ്ങുകയല്ലേ, ഇമ്പോർട്ട് ചെയ്യുന്നത് ന്യൂ കാർ ആയിരിക്കും അല്ലെ? സെക്കൻഡ് ഹാൻഡ് വാങ്ങാം. പിന്നെ എന്താണ്, നമുക്ക് വാടകയ്ക്ക് മേടിച്ചൂടെ? വാടകയ്ക്ക് എടുത്തൂടെ? 1 മാസത്തേക്ക് 2 മാസത്തേക്ക് റെന്റിന് എടുത്തൂടെ? നിങ്ങൾ പറഞ്ഞല്ലോ, ആൻസർ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ. 3 ways. ഏതൊക്കെ വഴി? പർച്ചേസിംഗ് ഓഫ് ന്യൂ എക്യുപ്മെന്റ്, എന്താണ് പുതിയത് വാങ്ങാം, പുതിയ എക്യുപ്മെന്റുകൾ വാങ്ങാം. പർച്ചേസിംഗ് ഓഫ് യൂസ്ഡ് ഓൾഡ് എക്യുപ്മെന്റ്, ഉപയോഗിച്ചതോ പഴയതുമായ ഓൾഡ് എക്യുപ്മെന്റുകളോ വാങ്ങാം. ബൈ ലീസിംഗ്, വാടകയ്ക്ക് എടുക്കാം. നിങ്ങൾ പറഞ്ഞ ആൻസർ അല്ലേ? ഞാൻ പറയണ്ടല്ലോ, ക്ലിയർ അല്ലേ അത്? നെക്സ്റ്റ് പർച്ചേസിംഗ് ഓഫ് ന്യൂ എക്യുപ്മെന്റ്. ലീസിംഗ് എന്ന് പറഞ്ഞാൽ റെന്റിന് എടുക്കുക, പാട്ടത്തിന് അല്ലെങ്കിൽ വാടകയ്ക്ക് എന്നൊക്കെ പറയില്ല. ഇത്ര നാളത്തേക്ക് കാലാവധിയിൽ വാങ്ങുന്നത് നമ്മ 1 വർഷത്തേക്കോ അല്ലെങ്കിൽ 1 മാസത്തേക്കോ ഒരു കാലാവധി വെച്ച് കാണിട്ട് നമ്മ വാങ്ങുന്നത്, അതിനെയാണ് ലീസിംഗ് എന്ന് പറയുന്നത്. പർച്ചേസിംഗ് ഓഫ് ന്യൂ എക്യുപ്മെന്റ് to collect the relevant data about the equipment or from the user department. എന്താണ് ആ എക്യുപ്മെന്റ്? ഇപ്പൊ നമ്മ വാങ്ങാൻ പോകുന്ന എക്യുപ്മെന്റുകളെ കുറിച്ചുള്ള റെലവന്റ് ഡാറ്റ അല്ലെ, പുതിയതായ ഡാറ്റാസുകൾ കളക്ട് ചെയ്യുക, അതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുക. ഓർ ഫ്രം ദ യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അതിനെ കുറിച്ചുള്ള, ഇപ്പൊ ആരാണ് നമ്മളോട് ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഒരു മെഷീനറീസ് വാങ്ങാൻ പറയുന്നത്? ആരാ? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനോട്. ഡോക്ടറാണോ? ഡോക്ടറും പറയാല്ലേ. ആരായിരിക്കും? ആര് പറയുന്ന നമ്മുടെ അടുത്ത് പറഞ്ഞേ? യൂസർ ഡിപ്പാർട്ട്മെന്റ് അല്ലെ? അപ്പൊ യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്താണ് ഓരോ മെഷീനിനെ കുറിച്ചുള്ള റെലവന്റ് ഡാറ്റാസ് കളക്ട് ചെയ്യാം. To invite the quotation from the suppliers. സപ്ലയേഴ്സിൽ നിന്ന് quotations അല്ലെ ഇൻവൈറ്റ് ചെയ്യുക, ക്ഷണിക്കുക. നമ്മ പറഞ്ഞു എന്താണ്, യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്ത് ചെയ്യും? ഒരു പർച്ചേസ് റിക്വസിഷൻ കിട്ടും അല്ലെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് പല സപ്ലയേഴ്സിന്റെ അടുത്ത് എൻക്വയറി നടത്തും അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്? പർച്ചേസിംഗ് എൻക്വയറി നടത്തും. എൻക്വയറി നടത്തി കഴിയുമ്പോൾ എന്ത് ചെയ്യും? സപ്ലയേഴ്സ്
പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് കൊട്ടേഷൻ നൽകും അല്ലെ, ഇന്ന റേറ്റിന് ഇന്ന സാധനം ഇത്ര ക്വാണ്ടിറ്റിയില് ഇത്ര ടൈമിൽ നിങ്ങൾക്ക് ലഭ്യമാക്കാന്നൊക്കെ പറഞ്ഞ് കൊട്ടേഷൻ വെക്കും, കൊട്ടേഷൻ കൊടുക്കും അല്ലെ. എങ്ങനെയല്ലേ മിസ് കഴിഞ്ഞ ദിവസം അപ്പൊ എന്താണ് ടു ഇൻവൈറ്റ് ദ കൊട്ടേഷൻ ഫ്രം ദ സപ്ലയേഴ്സിന്റെ അടുത്ത് നിന്ന് കൊട്ടേഷൻസ്. എന്താണ് ഇപ്പൊ ഒരു യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയാണ് ഇന്ന സാധനം ഞങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട്, ഇന്ന ഫീച്ചേഴ്സ് ഇന്ന ഘടകങ്ങള് ഇന്ന ഗുണങ്ങളുള്ള സാധനമാണ് ആവശ്യം എന്ന് ആദ്യം തന്നെ അവരുടെ അടുത്ത് നിന്ന് കിട്ടും, ഇൻഫർമേഷൻ ശേഖരിക്കും. അതിനുശേഷം ഇവരെന്ത് ചെയ്യും, സപ്ലയേഴ്സിന്റെ അടുത്ത് കൊട്ടേഷൻസ് ക്ഷണിക്കും, അവരുടെ അടുത്ത് പറയും. അതിനുശേഷം അസസ്മെന്റ് ഓഫ് ദി കൊട്ടേഷൻ ഓർ ബിഡ്സ്, കമ്പയർ അസസ്മെന്റ് ഓഫ് കൊട്ടേഷൻ ഓർ ബിഡ്സ്, ഓർ എന്നാണ് കേട്ടോ അത്. OR എന്താണ്, അസസ്മെന്റ് കൊട്ടേഷൻസുകളെ വിലയിരുത്തി അവരുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യും. അതല്ലെങ്കിൽ എന്താണ് ബിഡ്സ്, ലേലം വിളിക്കുക. ലേലം വിളിക്കുക കേട്ടിട്ടില്ലേ? എക്യുപ്മെന്റ് എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിങ്ങാണിട്ട് ആരാണോ കൂടുതൽ റേറ്റ് പറയുന്നത് അയാൾക്ക് ആ സാധനം കൊടുക്കും അല്ലെ. അങ്ങനെ ലേലം വിളിക്കുക. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ഫാക്ടേഴ്സ്. ഈ ഇങ്ങനെയുള്ള ന്യൂ എക്യുപ്മെന്റുകള് പർച്ചേസ് വാങ്ങാനുള്ള ഘടകങ്ങൾ ഫാക്ടേഴ്സ് എന്തെല്ലാമാണ്? എക്കണോമിക് ലൈഫ് ഓഫ് ദി മെഷീൻ, ഒരു മെഷീനിന്റെ എക്കണോമിക് ലൈഫ്. ഇത് കൺസിസ്റ്റ് ഓഫ് ദി സർവീസ് ലൈഫ് ഓഫ് എൻ അസറ്റ് which reduce the average cost per period of service. എന്താണ് ഒരു അസറ്റിന്റെ, അതായത് നമ്മൾ വാങ്ങിക്കുന്ന ഒരു സാധനം, ഇപ്പൊ ഒരു എക്യുപ്മെന്റ് ആകാം, അതല്ലെങ്കിൽ ഒരു TV ആവാം, അല്ലെങ്കിൽ ഒരു മെഷീനറി ആവാം. നമ്മൾ ആ ഒരു വാങ്ങിക്കുന്ന എക്യുപ്മെന്റിന്റെ സർവീസ് പീരീഡ്, നമ്മൾ അത് യൂസ് ചെയ്യുന്ന പീരീഡ് എന്ന് വെച്ചാല് നമ്മൾ യൂസ് ചെയ്യുന്ന പീരീഡ് ആണ് എക്കണോമിക് ലൈഫ് ഓഫ് ദി മെഷീൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ടൈം ആൻഡ് കോസ്റ്റ് ഡയമെൻഷൻ. ഇതെന്താണ്, അതില് സമയവും ചെലവും ഉൾപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാല് മിസ് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൊരു സാധനം, ഒരു പുതിയ സാധനം വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ അത് റിപ്പയർ ഒന്നും ചെയ്യാതെ, മെയിൻ്റെനൻസ് റിപ്പയർ ഒന്നും കൂടാതെ നമുക്കത് എത്ര നാള് യൂസ് ചെയ്യാം, എഫക്റ്റീവായി നമുക്ക് എത്ര നാള് അത് യൂസ് ചെയ്യാം, അതിനെയാണ് എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചു കഴിഞ്ഞ് വാറണ്ടി, നമ്മൾ വാഷിംഗ് മെഷീൻ മേടിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഒരു കംപ്ലൈന്റും കൂടാതെ, ഒരു റിപ്പയർമെന്റ്, ഒരു കംപ്ലൈന്റ് ഒന്നും കൂടാതെ നമുക്ക് എത്ര നാള് യൂസ് ചെയ്യാം, അതിനെയാണ് എക്കണോമിക് ലൈഫ് ഓഫ് ദി മെഷീൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ അത്? നെക്സ്റ്റ് ഇനി വരുന്നുണ്ട് അതേപോലെ തന്നെ ഫിസിക്കൽ ലൈഫ് ഓഫ് ദി മെഷീൻ. ഒരു മെഷീനിന്റെ ഫിസിക്കൽ ലൈഫ്, the total period of productivity of the machine or the entire life of the machine. എന്താണ് ആ ഒരു മെഷീന്റെ ടോട്ടൽ പ്രൊഡക്ടിവിറ്റി, അത് നമുക്ക് എത്ര നാള് എല്ലാം okay. Physical life of the machine, the total period of the productivity of the machine or the entire life of the machine. ഒരു മെഷീന്റെ ടോട്ടൽ പ്രൊഡക്ടിവിറ്റി, നമുക്കത് എത്ര നാള് നമ്മൾ അതിന്റെ പ്രൊഡക്ടിവിറ്റി യൂസ് ചെയ്തോ, ഓർ ദ എൻറ്റയർ ലൈഫ് ഓഫ് ദി മെഷീൻ, അതല്ലെങ്കിൽ ആ മെഷീന്റെ മുഴുവൻ ജീവിതവും. ഇപ്പൊ നമുക്ക് പറയാം, ഒരു സാധനം വാങ്ങിച്ചിട്ട് നമ്മൾ റിപ്പയർ ചെയ്യാണ്, റിപ്പയർ ഒക്കെ ചെയ്ത് നമ്മൾ എത്ര നാള് യൂസ് ചെയ്തു. ഇപ്പൊ ചിലപ്പോ 10 വർഷം അതല്ലെങ്കിൽ 5 വർഷമൊക്കെ ആയിരിക്കാം ഒരു സാധനം മേടിക്കുന്നത്, നമുക്കത് ഗ്യാരണ്ടി അല്ലെങ്കിൽ വാറണ്ടി തരുന്നത് 5 വർഷമായിരിക്കും. പക്ഷെ നമ്മൾ അത് റിപ്പയർ ചെയ്ത് പിന്നെ ഒരു 3 വർഷം കൂടി യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ ടോട്ടൽ എത്ര യൂസ് ചെയ്ത? 8 വർഷം യൂസ് ചെയ്ത് അല്ലേ? അതിനെയാണ് അത് കഴിഞ്ഞിട്ട് അത് നശിച്ചു പോയി നമുക്ക് കളയാണ്, അവോയ്ഡ് വേണ്ടാന്ന് വെക്കാൻ. അതാണ് അതിന്റെ ഫിസിക്കൽ ലൈഫ്. നമ്മൾ റിപ്പയർ ചെയ്ത് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് നമ്മൾ എത്ര നാള് യൂസ് ചെയ്തു.
ക്ലിയർ ആയോ അത് തമ്മിലുള്ള വ്യത്യാസം എക്കണോമിക് ലൈഫും ഫിസിക്കൽ ലൈഫും? മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അതാണ് ഫിസിക്കൽ ലൈഫ്. മറ്റേന്ന് പറഞ്ഞാൽ നമ്മ ഒരു റിപ്പയറിങ്ങും ഒരു മെയിൻ്റെനൻസും കൂടാതെ എത്ര നാൾ യൂസ് ചെയ്തു? ടാക്സ് ലൈഫ്. ടാക്സ് ലൈഫ് എന്ന് പറഞ്ഞാൽ the number of years over which the capital cost can be received back. എന്താണ് നമ്മ അതിന് ചെലവാക്കിയ പൈസ നമുക്ക് എത്ര നാൾ കൊണ്ട് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു? നമ്മ ഇറക്കിയ പൈസ നമ്മ മൂലധനമായിട്ട് ചെലവാക്കിയ പൈസ എത്ര നാൾ കൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടി? ഇപ്പൊ മിസ് പറഞ്ഞുതരാം ഒരു എക്സാമ്പിൾ പോലെ. സ്കാനിങ് ചെയ്യുന്ന ഒരു മെഷീൻ, CT സ്കാൻ ചെയ്യുന്ന ഒരു മെഷീൻ മേടിക്കുകയാണ്. അതിനൊരു 75,000 രൂപയാണ് CT സ്കാനിന്റെ. മിസ്സോട് ഏകദേശം കണക്ക് പറയുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട്. 75,000 രൂപയാണ് ആ മെഷീനിന്റെ കോസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഒരു CT സ്കാൻ എത്രയാണ്? ഒരു 3,000 രൂപ വരും അല്ലെ CT സ്കാനിന്? അല്ലെ 3,000 രൂപയ്ക്കാണ് അപ്രോക്സിമേറ്റ് ഒരു CT സ്കാനിന് വരുന്നത്. അപ്പൊ നമുക്ക് എത്ര സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെലവാക്കിയ പൈസ തിരിച്ചിട്ടും? ഒരു മാസം കൊണ്ടൊക്കെ നമുക്ക് കിട്ടൂലേ? 1, 2, 25 സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെലവാക്കിയ പൈസ തിരിച്ചിട്ടില്ലേ? അതിനെയാണ് ടാക്സ് ലൈഫ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നമ്മ ഒരു സാധനം വാങ്ങാനായിട്ട് എത്ര ചെലവ് ആക്കി, അത് എത്ര നാള് കൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടി, അതിനാണ് ടാക്സ് ലൈഫ്. നെക്സ്റ്റ് എക്കണോമിക് ഫോർകാസ്റ്റിംഗ്. എക്കണോമിക് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രവചനം. ഇപ്പൊ നമ്മ ഒരു സാധനം വാങ്ങിക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കില്ലേ, അതിന്റെ സ്പെയേഴ്സ് കിട്ടോ അല്ലെ? അത് കേടായി കഴിഞ്ഞാൽ നമുക്ക് അത് നന്നാക്കുന്നതിനുള്ള സാധനങ്ങൾ കിട്ടോ? അതിന് ഇലക്ട്രിസിറ്റി, അതിന് ചെലവാകുന്ന കറണ്ട് കൂടുതലായിരിക്കും ഇല്ലേ? പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറില്ലേ? അതാണ് എക്കണോമിക് ഫോർകാസ്റ്റിംഗ്. ഒബ്റ്റൈനബിലിറ്റി ഓഫ് സ്പെയേഴ്സ്, സ്പെയേഴ്സുകളുടെ ലഭ്യത, ഇലക്ട്രിസിറ്റി. പൊട്ടൻഷ്യലി ഇൻ ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം, നിലവിലുള്ള സംവിധാനത്തിലെ ഏതാണ്? എക്കണോമിക് ഫോർകാസ്റ്റിംഗ് ആണോ? ഓക്കെ. ഒബ്റ്റൈനബിലിറ്റി ഓഫ് സ്പെയേഴ്സ്. ഇപ്പൊ നമ്മ ഒരു പുതിയ മോഡൽ കാറ് ഇമ്പോർട്ട് ചെയ്യാം പുറത്തുനിന്ന്, ഗൾഫിൽ നിന്ന് അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാൻ. അതിന്റെ സ്പെയേഴ്സ് ഇവിടെ ലഭിക്കില്ല. നമുക്ക് അതുകൊണ്ട് പിന്നെ വല്ല കാര്യം ഉണ്ടോ? അതെന്തെങ്കിലും ചെറിയ കംപ്ലൈന്റ് വരിക ഇല്ലയോ? ഇല്ല. അതേപോലെ അപ്പൊ എന്ത് ചെയ്യാം? നമ്മ മുൻകൂട്ടി ആലോചിക്കൂലേ? ഒരു സാധനം വാങ്ങിക്കുന്നതിന് മുമ്പ് നമ്മ ഒരു മുൻകൂട്ടി ഒന്ന് ചിന്തിക്കില്ലേ? നമ്മുടെ വീടുകളിലാണെങ്കിലും ഒരു മിഷനറീസ് ഒരു എക്യുപ്മെന്റ് വാങ്ങിക്കുന്നതിന് മുമ്പ് ആലോചിക്കല്ലേ ആ സാധനം വാങ്ങിച്ചോന്ന് അല്ലെ? അതിന്റെ എന്താണ് സ്പെയർ കിട്ടാൻ സാധ്യതയുണ്ടോ? ഇലക്ട്രിസിറ്റി കൂടുതലാവോ അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക, പ്രവചിക്കുക. ക്ലിയർ ആയോ അഞ്ചോ? നമ്മളിവിടെ മിഷനറീസ് ആണ് പറയുന്നത് അല്ലെ? എക്യുപ്മെന്റ് അല്ലേ പറയുന്നത്? അതുകൊണ്ടാണ് സ്പെയേഴ്സുകളുടെ അല്ലെ? ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് കേടായി കഴിഞ്ഞാൽ അതിന് എന്ത് കിട്ടണം? ഭാഗങ്ങൾ കിട്ടണം അല്ലെ? കേടായ ഭാഗങ്ങൾ കിട്ടണ്ടേ? അതല്ലെങ്കിൽ ആ മെഷീൻ നമ്മൾ വാങ്ങിച്ചത് കൊണ്ട് വല്ല ഉപകാരം ഉണ്ടോ? ചിലപ്പോ 1 മാസം അല്ലെങ്കിൽ 2 മാസം യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത് കംപ്ലൈന്റ് ആയി, അതിന്റെ സ്പെയർ കിട്ടാനില്ല. പിന്നെ അത് വെറുതെ കളയാനല്ലേ പറ്റുള്ളൂ, സ്ക്രാപ്പിൽ കളയാനേ പറ്റുള്ളൂ അല്ലെ? അപ്പൊ എന്തെങ്കിലും സാധനം വാങ്ങിക്കുന്നതിന് മുമ്പ് നമ്മ അതിന്റെ സ്പെയറുകളുടെ ലഭ്യതയുണ്ടോ, ഇലക്ട്രിസിറ്റി ഒരുപാടാവോ എന്നുള്ള കാര്യങ്ങള് നോക്കണം. പൊട്ടൻഷ്യലി ഇൻ ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം, പിന്നെന്താണ്? ആ സംവിധാനത്തില് നിലവിലുള്ള സിസ്റ്റത്തിന് അത് സാധ്യതയുണ്ടോ? നമ്മ ഒരു എക്യുപ്മെന്റ് വാങ്ങിക്കുന്നതിന് മുമ്പ് ആലോചിക്കില്ലേ, അത് നമ്മൾ വാങ്ങിച്ചത് കൊണ്ട് നമുക്ക് വല്ല കാര്യമുണ്ടോന്ന്? ഹോസ്പിറ്റലിൽ മേടിക്കുന്ന മിഷനറീസ് നല്ല പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതായിരിക്കും അല്ലെ? അപ്പൊ അവരെന്ത് ചെയ്യും? ഒന്നുകൂടി ഒന്ന് ചിന്തിക്കും,
അവർ ആ മെഷീൻ ആ ഹോസ്പിറ്റലില് വാങ്ങിക്കുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും യൂസേജ് ഉണ്ടോ അല്ലെ, പ്രോഫിറ്റ് ആണോ, അഡ്വാൻറ്റേജ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. നെക്സ്റ്റ്, എക്കണോമിക് സർവേ ഓഫ് ദി ഇൻവെസ്റ്റ്മെന്റിന്റെ എക്കണോമിക് സർവേ, സാമ്പത്തിക സർവേ. സാമ്പത്തിക സർവേ എന്ന് പറഞ്ഞാൽ എന്താണ്? നിക്ഷേപത്തിന്റെ. നമ്മൾ ഒരു സാധനം വാങ്ങിക്കുന്നതിന് മുമ്പ് ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റുകൾ പറഞ്ഞാൽ ഒരുപാട് റേറ്റ് കൊടുത്ത് വാങ്ങിക്കുന്ന എക്യുപ്മെന്റുകളാണ് അല്ലെ, ഒരുപാട് പൈസ ചെലവാകും. അപ്പൊ നേരിട്ട് ചെന്ന് നമ്മ വാങ്ങിക്കോ? ആദ്യം കാണുന്ന സപ്ലയേഴ്സിന്റെ അടുത്ത് നിന്ന് വാങ്ങിക്കോ? ഇല്ല, നമ്മ അതിനെ കുറിച്ചൊന്ന് സർവേ ചെയ്യൂ അല്ലെ. കുറെ നോക്കി നമുക്ക് ബെനിഫിറ്റ്സ് നമുക്ക് കൊള്ളാമെന്ന് തോന്നുന്ന ഒരാളെ, ഇത്ര ഈ റേറ്റിന് കുഴപ്പമില്ല അല്ലെ, കോസ്റ്റ് കുറവാണെന്ന് തോന്നുന്ന ആളെടുത്ത് മേടിക്കും. കൂടാതെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ള മൂല്യമുണ്ടോ ഇല്ലേ, നമ്മൾ കൊടുക്കുന്ന ക്യാഷിനുള്ള എന്താണ് വാല്യൂ ഉണ്ടോ എന്ന് നോക്കൂലേ, വെർത്താണോ ഒന്ന് നോക്കൂലേ, അങ്ങനെയുള്ള കാര്യങ്ങള് ചെയ്യുക. നെക്സ്റ്റ് കോസ്റ്റ് കൺസിഡറേഷൻ, ഇനീഷ്യൽ കോസ്റ്റ് ഓർ പർച്ചേസ് കോസ്റ്റ്. എന്താണ് കോസ്റ്റുകള് കൺസിഡർ ചെയ്യുക, പരിഗണിക്കുക. എന്തൊക്കെ കോസ്റ്റുകളാണ് വരുന്നത്, അതിനുള്ള ഫണ്ട് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ അല്ലെ. ഇനീഷ്യൽ കോസ്റ്റ് ഓർ പർച്ചേസ് കോസ്റ്റ്, എന്താണ് പർച്ചേസ് ചെയ്യാനുള്ള, അത് വാങ്ങാനുള്ള കോസ്റ്റ്. ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രാരംഭ ചെലവ്, അതും അത് തന്നെയാണ് കേട്ടോ. പർച്ചേസിംഗ് കോസ്റ്റ് ആണ്. സ്റ്റാർട്ടിംഗ് കോസ്റ്റ്, പ്രാരംഭ കോസ്റ്റിനെയാണ് ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇൻസ്റ്റലേഷൻ കോസ്റ്റ്, ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായിട്ട് എത്ര കോസ്റ്റ് ചെലവ് വരുന്നുണ്ട്. ബ്രേക്ക് ഡൗൺ കോസ്റ്റ്, അതൊരു എക്യുപ്മെന്റ് കംപ്ലൈന്റ് ആയാലും ബ്രേക്ക് ഡൗൺ ആയാലും അത് നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര ചിലവാകും, ഡാമേജ് ആയി കഴിഞ്ഞാൽ അതിനെ കുറിച്ച് പരിഗണിക്കുക. ക്ലിയർ ആയോ? ഇത്രയും ഭാഗങ്ങൾ ഫാക്ടേഴ്സ് എല്ലാവർക്കും. നെക്സ്റ്റ് നമ്മ 3 തരം പർച്ചേസിംഗ് ആണ് അല്ലെ പറഞ്ഞത്. എഫ്, ഇക്കണോമിക് സർവേ ഓഫ് ദി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാല് നമ്മ കൊടുക്കുന്ന പൈസക്കുള്ള മൂല്യം ഉണ്ടോ എന്ന് നോക്കൂലേ, നമ്മ അന്വേഷിക്കോ? നമ്മ വെറുതെ പോയിട്ട് ഒരു സാധനം പർച്ചേസ് ചെയ്യാണോ ചെയ്യുന്നത്? അങ്ങനെയാണോ ചെയ്യുന്നത്? അല്ല അല്ലെ, നമ്മ കൊടുക്കുന്ന പൈസക്കുള്ള മൂല്യം ഉണ്ടോ എന്ന് നോക്കൂ അല്ലെ. കൂടാതെ എന്ത് ചെയ്യും? നമ്മ ആദ്യം തന്നെ നമ്മ ഒരാളുടെ അടുത്ത്, ഒരു സപ്ലയേഴ്സിന്റെ അടുത്ത് പോയി സാധനം വാങ്ങുകയാണോ ചെയ്യുന്നത്? നമ്മ എൻക്വയറി നടത്തും അല്ലെ, പല ആളുകളുടെ അടുത്ത് അന്വേഷിച്ചിട്ട് നമുക്ക് റേറ്റ് കുറവിന് അല്ലെ, നല്ല ക്വാളിറ്റി ഉള്ള സാധനം എവിടെ നിന്നാണോ ലഭ്യമാകുന്നത് അവിടെ നിന്നായിരിക്കും മേടിക്കുന്നത് അല്ലെ. അതെല്ലാമാണ് സാമ്പത്തിക സർവേ എന്ന് പറയുന്നത്. നിക്ഷേപത്തിന്റെ നമ്മൾ ചെലവാക്കുന്ന നിക്ഷേപത്തിന്റെ സാമ്പത്തിക സർവേ. ക്ലിയർ ആയോ നവ്യ? നെക്സ്റ്റ് നമ്മ പറഞ്ഞ എങ്ങനെയൊക്കെ നമുക്ക് പർച്ചേസിങ് ചെയ്യാന്ന് പറഞ്ഞു. ന്യൂ എക്യുപ്മെന്റ് വാങ്ങാം അല്ലെ. ബ്രേക്ക് ഡൗൺ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സാധനം ബ്രേക്ക് ഡൗൺ ആവുക, എന്താണ് സ്റ്റെക്ക് ആയി പോവുക, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം നിൽക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? റിപ്പയർ ചെയ്യാൻ നമുക്ക് പൈസ ആവോ? അപ്പൊ അതിന് കോസ്റ്റ് ആവില്ലേ, ചെലവ് വരില്ലേ? അതാണ് ബ്രേക്ക് ഡൗൺ കോസ്റ്റ്. പ്രവർത്തനം നിന്ന് പോയാല് നമുക്ക് അതിനു വേണ്ടി ചെലവാകുന്ന പൈസ. നെക്സ്റ്റ് പർച്ചേസിംഗ് ഓഫ് എൻ എക്യുപ്മെന്റ്, ഓൾഡ് നമ്മൾ പറഞ്ഞു അല്ലെ, ന്യൂ എക്യുപ്മെന്റ് വാങ്ങാം, ഓൾഡ് അതല്ലെങ്കിൽ യൂസ്ഡ് എക്യുപ്മെന്റ് വാങ്ങാം അല്ലെ. അപ്പൊ നെക്സ്റ്റ് എന്താണ്? പർച്ചേസിംഗ് ഓഫ് എൻ ഓൾഡ് എക്യുപ്മെന്റ്, പഴയ എക്യുപ്മെന്റ് വാങ്ങുക. Done owing to shortage of money or to use the equipment as an experiment. എന്തൊക്കെ കാര്യം കൊണ്ടാണ് നമ്മൊരു പുതിയത് വാങ്ങാതെ പഴയ എക്യുപ്മെന്റ് വാങ്ങുന്നത്? Done owing to the shortage of the money അല്ലെ, നമ്മുടെ കയ്യില് പണത്തിന്റെ ദൗർലഭ്യം ഉള്ളത് കൊണ്ട് അല്ലെ, പൈസ അത്രയും ഇല്ലാത്തത് കൊണ്ട്, മണി ഇഷ്യൂസ് അല്ലെ,
പൈസ ഇല്ലാത്തത് കൊണ്ട് ഓർ ടു ദ എന്താണ് ചിലപ്പോ ഒരു കമ്പനിയിലെ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് നടക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഹോസ്പിറ്റലില് ഒരു എക്സ്പെരിമെന്റ് അടിസ്ഥാനത്തിൽ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഒരു എക്യുപ്മെന്റ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ ചിലപ്പോ എന്താണ് പരീക്ഷണം നടത്തിയിട്ട് അവർക്ക് ആ എക്യുപ്മെന്റ് കൊണ്ട് ആവശ്യമില്ല, അവർക്ക് വലിയ ബെനിഫിറ്റ്സ് ഇല്ലെങ്കിൽ അവർക്ക് എന്താണ് അത് തിരിച്ചു കൊടുക്കുക അല്ലെ, അതിനധികം മൂലധനം ഇറക്കേണ്ടി വരില്ല അല്ലെ, പുതിയത് മേടിക്കുന്ന അത്രയും പൈസ ചെലവാകും അവർക്ക് ഇല്ല. അപ്പൊ അത് നമുക്ക് എന്താണ് ഒരു പരീക്ഷണാടിസ്ഥാനത്തില് യൂസ് ചെയ്യുന്നതിന് വേണ്ടി മിസ്റ്റർ എക്സാമ്പിൾ പറയാം. ഈ കല്യാണ വീടുകളില് ജനറേറ്റർ മേടിക്കാറില്ലേ, തലേന്നും കല്യാണത്തിന് തലേന്നൊക്കെ ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരത് എന്താണ് പുതിയത് വാങ്ങോ, റെന്റിന് എടുക്കൂ അല്ലെ, ആ കുറച്ച് അവർക്ക് കുറച്ച് സമയത്തേക്കൊക്കെ ആവശ്യമായിട്ടുള്ളൂ അല്ലെ. അല്ലാതെ അതല്ലെങ്കിൽ പുതിയ കമ്പനികളൊക്കെ തുടങ്ങും, അവരെന്താണ് പുതിയ എക്യുപ്മെന്റുകൾ വാങ്ങോ, പുതിയ പുതിയ കമ്പനികള് ചെറിയൊരു കമ്പനി തുടങ്ങുകയാണെങ്കിൽ അവരെല്ലാ എക്യുപ്മെന്റും പുതുതായിട്ട് വാങ്ങും, അവർക്ക് ആവശ്യമായ എല്ലാ എക്യുപ്മെന്റും പുതുതായിട്ട് വാങ്ങും അവര് ഇല്ല അല്ലെ, അവരെന്താ സെക്കൻഡ് ഹാൻഡുകളാണ് വാങ്ങുന്നത് അല്ലെ. അതിൽ എന്തുകൊണ്ടാ അവർക്ക് പൈസ കുറവാവാൻ വേണ്ടിട്ട് അല്ലെ, ചെലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ ഒരു പരീക്ഷണാടിസ്ഥാനത്തില് അതല്ലെങ്കിൽ പൈസയുടെ ദൗർലഭ്യത്തില് ഷോർട്ടേജിലൊക്കെയാണ് ഓൾഡ് എക്യുപ്മെന്റുകൾ വാങ്ങുന്നത്. ഫോർ മെയിൻ സോഴ്സസ് ഫോർ പർച്ചേസിംഗ് ഓൾഡ് എക്യുപ്മെന്റ്, 4 മെയിൻ പ്രധാന ഉറവിടങ്ങളിൽ നിന്നാണ് ഓൾഡ് എക്യുപ്മെന്റുകൾ പർച്ചേസ് ചെയ്യുന്നത്. നമുക്കറിയാലോ ഓൾഡ് എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ യൂസ്ഡ് എക്യുപ്മെന്റ്സ് നമ്മൾ ആരുടെ അടുത്ത് എങ്ങനെയൊക്കെയാണ് വാങ്ങുന്നത്, കാറ് പറഞ്ഞാൽ മതി, അതാവുമ്പോ നിങ്ങൾക്ക് എളുപ്പമാണ് പറയും, മിസ്സിന് കമ്പയർ ചെയ്ത് പറഞ്ഞത് ഓണേഴ്സിന്റെ അടുത്തുനിന്ന് വാങ്ങാലോ, ഡയറക്റ്റ് ഓണേഴ്സിന്റെ അടുത്തുനിന്ന് വാങ്ങാം അല്ലെ, ഉപയോഗിച്ചിരിക്കുന്ന ഉടമസ്ഥരുടെ അടുത്തുനിന്ന് വാങ്ങാം. ചിലപ്പോ അവർ പുതിയ കാറ് വാങ്ങിച്ചിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബ്രോക്കേഴ്സിന്റെ അടുത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, യൂസ്ഡ് കാർ ഷോറൂമുകളിൽ നിന്ന് മേടിക്കാം അല്ലെ, ഡീലർമാരാണ് അല്ലെ, യൂസ്ഡ് കാർ ഡീലേഴ്സ് അല്ലെ. അപ്പൊ അതൊക്കെ തന്നെയുള്ള ഇതിൽ കേട്ടോ. ഓക്കെ, ഡയറക്ട്ലി ബൈയിങ് ഫ്രം ദ ഓണർ, ഓണറുടെ കയ്യിൽ നിന്ന് ഉടമസ്ഥരുടെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങുക. അഡ്വാൻറ്റേജ് ഈസ് ദാറ്റ് വി ക്യാൻ സീ ദ വർക്കിംഗ് ഓഫ് ദ പർട്ടിക്കുലർ എക്യുപ്മെന്റ്. ഇതിന്റെ അഡ്വാൻറ്റേജ്, ഗുണം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കാറ് നമ്മൾ നേരിട്ട് അതിന്റെ ഉടമസ്ഥരുടെ അടുത്ത് വാങ്ങുമ്പോ ഉള്ള ഗുണം എന്താണ്, നമുക്ക് കാറാണ്, കാറില്ല, നമുക്ക് ഇതില് ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് ആണ് അല്ലെ, എക്യുപ്മെന്റ് നമ്മൾ മേടിക്കുമ്പോ എന്താണ് നമുക്ക് നേരിട്ട് അതിന്റെ വർക്കിംഗ് കണ്ടീഷൻ അറിയാൻ പറ്റൂ അല്ലെ. വർക്കിംഗ് കണ്ടീഷനെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാലോ അവരെടുത്ത്. ഓൾസോ അബൌട്ട് ദ ഡീറ്റെയിൽസ് ഓഫ് പാസ്റ്റ് യൂസേജ് ഓഫ് ദി കൺസേൺഡ് എക്യുപ്മെന്റ്. അതിന് കൂടാതെ എന്തും പറ്റുന്നുണ്ട്, അവരുടെ പാസ്റ്റ് ഈ എക്യുപ്മെന്റ് മുമ്പ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഇതിൽ നിന്ന് എത്ര പ്രൊഡക്ടിവിറ്റി ഉണ്ട്, ഇത് നമുക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം അല്ലെ, അപ്പൊ അതിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ആ ഓണറുടെ കയ്യിൽ നിന്ന് തന്നെ ലഭിക്കുന്നു. ക്ലിയർ ആയോ? യൂസ്ഡ് ഓർ ഓൾഡ് എക്യുപ്മെന്റ് ഡീലർ, എന്താണ് ഓൾഡ് എക്യുപ്മെന്റ് ഡീലറിൽ നിന്ന് മേടിക്കുക. രണ്ടാമത്തത് യൂസ്ഡ് ഓർ ഓൾഡ് എക്യുപ്മെന്റ് ഡീലർ. നെക്സ്റ്റ് എന്താണ് അതിൽ പറയുന്നത്, വാറണ്ടി ഫോർ എ ഷോർട്ട് പീരീഡ്. നമ്മൾ പുതിയൊരു സാധനം വാങ്ങിക്കുന്ന അത്രയും വാറണ്ടി കിട്ടോ ഇവരെടുത്ത്? ഇല്ല അല്ലെ. അതാണ് ഷോർട്ട് പീരീഡ് വാറണ്ടി. എന്താ എങ്ങനെയായിരിക്കും ഇവരെടുത്ത്, ഒരു ഷോർട്ട് പീരീഡ്, ഒരു ചെറിയ സമയത്തേക്കായിരിക്കും. 2 types of equipment received from them. നമുക്ക് ഇവരെ അടുത്തുനിന്ന് 2 തരത്തിലുള്ള എക്യുപ്മെന്റ് ആയിരിക്കും കിട്ടുന്നത്. എങ്ങനെയൊക്കെയാണ്, റീബിൽഡ്, തന്നെ പുനഃസ്ഥാപിച്ചത്, അല്ലെങ്കിൽ പുനർനിർമ്മിച്ചതോ അല്ലെങ്കിൽ റീകണ്ടീഷനോ പുനഃസ്ഥാപിച്ചതോ ആയ എക്യുപ്മെന്റ്. ചിലപ്പോ എന്തെങ്കിലും ഡാമേജുകൾ അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ്
റിപ്പയറിംഗ് ഒക്കെ വന്നിട്ട് നന്നാക്കി മെഷീനൊക്കെ ആയിരിക്കും കിട്ടുന്നത് അല്ലെ. ബ്രേക്ക് ഡൗൺ വന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് വന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പയറിംഗ് വന്നതായ സാധനങ്ങളല്ലേ നമുക്ക് കിട്ടാം. അവര് നന്നാക്കി അല്ലെ, നന്നാക്കി എടുത്തിട്ടൊക്കെ ആയിരിക്കും അവര് വിൽക്കുന്നത്. അപ്പൊ നമുക്ക് ലഭിക്കുന്ന സാധനങ്ങൾ എന്താണ്? റീബിൽഡ്, പുനർനിർമ്മിച്ചതോ എന്താണ്? ചിലപ്പോ ചില പാർട്സുകളൊക്കെ കംപ്ലൈന്റ് ആവുക അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് വന്നിട്ട് അതൊക്കെ മാറ്റി പുതിയതിട്ട്, അതായത് പുനർനിർമ്മിച്ചതോ പുനഃസ്ഥാപിച്ചതോ ആയ എക്യുപ്മെന്റുകളാണ്. നെക്സ്റ്റ് മൂന്നാമത്തെ ഇതെന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്നത് ബ്രോക്കേഴ്സിന്റെ അടുത്തുനിന്ന് അല്ലെ, ഇടനിലക്കാരിൽ നിന്ന് കിട്ടില്ലേ നമുക്ക് ഓൾഡ് എക്യുപ്മെന്റുകള് ബ്രോക്കേഴ്സിന്റെ അടുത്തുനിന്ന്. നെക്സ്റ്റ് ഓപ്ഷണറീസ്. ഓപ്ഷണറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലേലക്കാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. both are risky sources. ഈ സിയും ഡിയും എങ്ങനെയുള്ളതാണ്? റിസ്കി സോഴ്സ് ആണ് അല്ലെ. അവര് നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല, ഒരു വാറണ്ടി ഇല്ല അല്ലെ. ചിലപ്പോ നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഉപയോഗിച്ച് ആ എക്യുപ്മെന്റ് കേടായി കഴിഞ്ഞാൽ അവരോട് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാവും? ബ്രോക്കേഴ്സിന്റെ അടുത്ത്, ലേലക്കാരുടെ അടുത്ത് പറഞ്ഞ നമ്മുടെ പൈസ പോയത് തന്നെ വെച്ചല്ലേ. എന്താണ്? റിസ്കി. ഇത് രണ്ടും റിസ്കി സോഴ്സസ് ആണ്, നമുക്ക് റിസ്ക് ഉള്ളതാണ്. there will be no warranty എന്നൊക്കെ അതിന് യാതൊരു വാറണ്ടിയും ഇല്ല. ക്ലിയർ അല്ലേ എത്രയും ഭാഗം? നെക്സ്റ്റ് ഡിസ്അഡ്വാൻറ്റേജ് ഇൻ ബൈയിങ് an old equipment. ഓൾഡ് എക്യുപ്മെന്റ് വാങ്ങുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ, ഡിസ്അഡ്വാൻറ്റേജ് എന്താണ്? എക്കണോമിക് ലൈഫ് ഫോർ the life period of particular equipment cannot be ascertained. നമുക്ക് അതിന്റെ എക്കണോമിക് ലൈഫ് എത്രയാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? നിർണ്ണയിക്കാൻ പറ്റില്ല അല്ലെ. നമുക്ക് എത്ര നാള് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ, റിപ്പയർ ഒന്നും കൂടാതെ അല്ലെ, ഒരു കംപ്ലൈന്റും കൂടാതെ എത്ര നാള് യൂസ് ചെയ്യാൻ പറ്റുമോ അത്ര നാള് യൂസ് ചെയ്യാം. നോ ആഫ്റ്റർ സെയിൽ സർവീസ്. വിൽപ്പനാനന്തര സേവനം ഉണ്ടോ? നമുക്ക് വാറന്റിയോ ഗ്യാരണ്ടിയോ എന്തെങ്കിലും ഉണ്ടോ? ഈ ബ്രോക്കേഴ്സിന്റെ അടുത്ത് അല്ലെങ്കിൽ ഓപ്ഷണറീസിന്റെ അടുത്ത് മേടിക്കുമ്പോ നമുക്ക് വാറന്റിയോ എന്തെങ്കിലും തരുന്നുണ്ടോ? അവരുടെ വിൽപ്പനാനന്തര സേവനം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലെ. ആ മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുമായുള്ള എല്ലാ കണക്ഷനും തീർന്നു അല്ലേ. മെയിൻ്റെനൻസ് ചാർജ് ഹൈ. മെയിൻ്റെനൻസ് ചാർജ് ഹൈ ആയിരിക്കില്ലേ? കൂടുതലായിരിക്കും അല്ലെ. അതൊക്കെയാണ് ഡിസ്അഡ്വാൻറ്റേജ്. ചിലപ്പോ അവര് കൊടുത്ത സാധനം 1-2 പ്രാവശ്യം റിപ്പയർ ചെയ്ത് ഉപയോഗിച്ചതാവും. അത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ അവര് വിൽക്കുന്നത്. അപ്പൊ വീണ്ടും ഒരു റിപ്പയറിങ് വന്നു കഴിഞ്ഞാൽ അതിന് ഒരുപാട് പൈസ ചെലവാവേണ്ടി വരും അല്ലെ, നമുക്ക് നന്നാക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ മെയിൻ്റെനൻസ് ചാർജ് ഹൈ ആയിരിക്കും. ക്ലിയർ ആയോ ഇത്രയും ഭാഗം? ഓക്കെ. നെക്സ്റ്റ് ലീസിംഗ് ഓഫ് എൻ എക്യുപ്മെന്റ്. എക്യുപ്മെന്റ് വാടകയ്ക്ക് എടുക്കുക. Leasing is a process by which the right to handle an equipment changes. എന്താണ് ഈ ഇങ്ങനെ ലീസിന് എടുക്കുക, വാടകയ്ക്ക് എടുക്കുമ്പോൾ എന്താണ്? ഒരു ഉപകരണം അല്ലെ, ഒരു എക്യുപ്മെന്റ് ഹാൻഡിൽ ചെയ്യാനുള്ള അല്ലെ, കൈകാര്യം ചെയ്യാനുള്ള അവകാശം മാത്രമല്ലേ മാറുന്നത് അല്ലെ. Leasing is a process by which the right to handle an equipment changes. എന്താണ്? ഒരു ഉപകരണം കൈകാര്യം ചെയ്യാനുള്ള അവകാശം മാറുന്ന ഒരു പ്രക്രിയയാണ് ലീസിംഗ് അല്ലെ. ഇപ്പൊ എന്റെ അടുത്തുനിന്ന് ഷിബിന ഒരു സാധനം എന്റെ കാറ് റെന്റിന് എടുക്കാൻ. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? പിന്നെ ആരായിരിക്കും അത് യൂസ് ചെയ്യുന്നത്? ആരായിരിക്കും? ഷിബിനെ ആയിരിക്കില്ലേ? അപ്പൊ എന്താണ്? ഒരു ഉപകരണം അതല്ലെങ്കിൽ ഒരു സാധനം എന്താണ്? ഉപകരണം കൈകാര്യം ചെയ്യാനുള്ള അല്ലെ, യൂസ് ചെയ്യാനുള്ള അവകാശം
മാത്രം മാറുന്ന ഒരു പ്രക്രിയയാണ് ലീസിംഗ്. ബട്ട് ഓണർഷിപ്പ് ഡസന്റ് ചേഞ്ച്. ഓണർഷിപ്പ് മാറണോ? ഷിബിനെയാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ഓണർഷിപ്പ് എന്റെ പേരിൽ തന്നെ ആയിരിക്കും അല്ലെ? കാർ എന്റെ പേരിൽ തന്നെയല്ലേ എടുക്കുന്നത്. അത് യൂസ് ചെയ്യാനുള്ള അവകാശം മാത്രമാണ് മാറുന്നത്. അതിന്റെ ഉടമസ്ഥാവകാശം മാറുന്നില്ല. ക്ലിയർ ആയോണ്ട്? ഇപ്പൊ നമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ടോ, കാറൊക്കെ റെന്റിന് കൊടുക്കുമ്പോ ശ്രദ്ധിക്കണം എന്ന് പറയാറുണ്ട് അല്ലെ? എന്തുകൊണ്ടാണ്? അതാ ആ ഉടമസ്ഥന്റെ പേരിൽ തന്നെ ആയിരിക്കും. റെന്റിന് എടുത്ത ആള് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്താൽ എന്താണ് കേസ് വരുന്നത് ആരുടെ പേരിലായിരിക്കും? ഒരാളെ കൊണ്ട് ഇടിച്ചാല് അതല്ലെങ്കിൽ അതിലെന്തെങ്കിലും കാര്യങ്ങൾ നടത്തിയാല് ആരുടെ പേരിൽ തന്നെ, ഓണറുടെ പേരിൽ തന്നെ ആയിരിക്കും അല്ലെ കംപ്ലൈന്റ് വരുന്നത്. അതുകൊണ്ട് അത് കൈകാര്യം ചെയ്യാനുള്ള, അത് യൂസ് ചെയ്യാനുള്ള അവകാശം മാത്രമാണ് മാറുന്നത്. ഉടമസ്ഥാവകാശം എപ്പോഴും ആരുടെ പേരിൽ തന്നെ ആയിരിക്കും? ഓണറുടെ പേരിൽ തന്നെ ആയിരിക്കും. ക്ലിയർ ആയോ? It is between lessor and lessee. ഇതെന്താണ്? ആര് തമ്മിലുള്ള ഒരു റിലേഷൻ ആണ്? ഒരു ബന്ധമാണ്. ലെസ്സോയും ലെസ്സിയും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ്, ഒരു ബന്ധമാണ്. ലെസ്സോ എന്ന് പറയുന്നത് പേഴ്സൺ ഹു ഗീവ്സ് എക്യുപ്മെന്റ് ഫോർ ഗീവ്സ്. ആരാണ് ലീസ്? ആരാണോ എക്യുപ്മെന്റ് അതല്ലെങ്കിൽ സാധനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നത് അവരാണ് ലെസ്സോ. ആരാണ് വാടകയ്ക്ക് വാങ്ങുന്നത് അവരാണ് ലെസ്സി. അപ്പൊ ഞാനായിരിക്കും, ഞാൻ ഷിബിനക്ക് കൊടുത്തപ്പോ അവിടെ ലെസ്സോ ആരാണ്? ഞാനായിരിക്കും ലെസ്സോ, ഷിബിനെ ആയിരിക്കും ലെസ്സി. ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോ? Next, leasing is done to lack of funds for doing experiment. എന്താണ് ലീസിംഗ് നടക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവാം? ഫണ്ടിന്റെ അഭാവത്തിൽ അല്ലെ? ഫണ്ടുകൾ ഇല്ലെങ്കിൽ നടത്താം. എന്താണ്? പൈസ ഇല്ലെങ്കിൽ. അപ്പൊ നമുക്ക് പുതിയത് വാങ്ങുന്ന അത്രയും പൈസ ആവില്ല അല്ലെ? പുതിയത് വാങ്ങുന്നതും ഓൾഡ് ഐറ്റംസ് വാങ്ങുന്ന അത്രയും പൈസ ആവില്ലല്ലോ. ഇല്ല. അപ്പൊ ഫണ്ടുകള് കുറവുണ്ടെങ്കിൽ ഫോർ ഡൂയിങ് എക്സ്പെരിമെന്റ് വേണ്ടി ആസ് എ ടെസ്റ്റ് റൺ പോലെ. ഇപ്പൊ മിസ് പറഞ്ഞില്ലേ ഇത് എന്താണ് ജനറേറ്റർ ഒക്കെ വാങ്ങുന്നത്, റെന്റിന് എടുക്കുന്നത്, അതാ ഷോർട്ട് പീരീഡ് അത് പറയുന്നുണ്ട്. ആസ് പെർ ദ ഡ്യൂറേഷൻ ഫോർ വിച്ച് ദ എക്യുപ്മെന്റ് ഈസ് നീഡഡ്. നമുക്ക് ഒരു എക്യുപ്മെന്റ് എത്ര ഡ്യൂറേഷൻ, ചിലപ്പോ ഒരു 2 മണിക്കൂറിനാവും ആവശ്യം, ചിലപ്പോ ഒരു 2 ദിവസത്തിനേക്ക് ആയിരിക്കും ആവശ്യം അല്ലെ? അപ്പൊ അതുകൊണ്ട് പുതിയത് മേടിക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കുന്നതോ പുതിയ മെഷീൻ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ? അതൊക്കെ റെന്റിന് എടുത്താൽ മതി അല്ലേ? അപ്പൊ ആസ് പെർ ദ ഡ്യൂറേഷൻ ഫോർ വിച്ച് ദ എക്യുപ്മെന്റ് ഈസ് നീഡഡ്, നമുക്ക് ആ എക്യുപ്മെന്റ് എത്ര സമയത്തേക്ക്, എത്ര ഡ്യൂറേഷനിലേക്ക് ആവശ്യമുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തില് ടു അവോയ്ഡ് ദ ഹ്യൂജ് ലീഡ് ടൈം ഫോർ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് അല്ലെ? നമുക്ക് ചിലപ്പോ ഒരു എക്യുപ്മെന്റ് ലഭ്യമാക്കണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കില്ലേ പുതിയത് വാങ്ങുന്നതിന്, അതല്ലെങ്കിൽ യൂസ്ഡ് കാർ. അപ്പൊ റെന്റിന് പോകുമ്പോ എന്താണ്, നമുക്ക് ജസ്റ്റ് അവിടെ പോകാം, സെലക്ട് ചെയ്യാം, കൊണ്ടുവരാം അല്ലെ? അത്രയും ടൈം മാത്രമേ എടുക്കുന്നുള്ളൂ അല്ലേ? ആണോ? ലീഡ് ടൈം അല്ലെ? അത് നമ്മൾ ഓർഡർ കൊടുത്ത് നമുക്ക് ഡെലിവറി ചെയ്യാനുള്ള സമയം കുറച്ചായിരിക്കും. അപ്പൊ എന്താണ്? when the capital equipment is available only. അതുകൊണ്ടാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റുകൾ ലീസിന് എടുക്കുന്നത്. നെക്സ്റ്റ്, എന്തൊക്കെ കാര്യം കൊണ്ടാണ് എക്യുപ്മെന്റ്, ക്യാപിറ്റൽ എക്യുപ്മെന്റ് അതല്ലെങ്കിൽ എക്യുപ്മെന്റുകൾ ലീസിന് എടുക്കുന്നത്? ഫണ്ടിന്റെ അഭാവത്തില്, പിന്നെ ഒരു എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ടെസ്റ്റ് റണ്ണിന്റെ അഭാവത്തില്, അതല്ലെങ്കിൽ എന്താണ് ആ സാധനം, ആ എക്യുപ്മെന്റ് നമുക്ക് കുറച്ച് സമയത്തേക്ക് ഡ്യൂറേഷൻ ഓഫ് ടൈം എന്താണ് കുറച്ച് സമയത്തേക്കുള്ളൂ എങ്കില് പിന്നെ എന്താണ് നമുക്ക് അതിനാവശ്യമായ ലീഡ് ടൈം കുറയ്ക്കുന്നതിന് വേണ്ടി. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ്, അഡ്വാൻറ്റേജ് ഓഫ് ലീസിംഗ്. ലീസിംഗ് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്?
സ്മോൾ ഇനീഷ്യൽ ഔട്ട്ലേ ഈസ് റിക്വയർഡ്. നമുക്ക് എന്താണ് ചെലവ് കുറച്ച് കോസ്റ്റ് വരുന്നുള്ളൂ അല്ലെ? അല്ലേ? ചെലവ് കുറച്ച് വലിയ വരുന്നുള്ളൂ. മുതൽ മുടക്ക് ലീസിന് എടുക്കുമ്പോ പുതിയത് വാങ്ങിക്കേണ്ട അത്രയും പൈസ എടുക്കുന്നുണ്ടോ? ആ, ചെറിയ മുതൽ മുടക്ക് ആവശ്യമായി വരുന്നുള്ളൂ. റിസ്ക് ഓഫ് ഒബ്സലസൻസ് ഈസ് ലെസൻഡ്. ഒബ്സലസൻസ് എന്ന് പറഞ്ഞാല് കാലഹരണപ്പെടുക, ഡാമേജ് വരിക, ഓൾഡ് ഫാഷൻ ആവുന്നതിനൊക്കെയാണ് ഒബ്സലസൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒബ്സലസൻസ് കൊണ്ടുള്ള റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടി മെയിൻ്റെനൻസ് ക്യാൻ ബി ഡൺ ബൈ ബോത്ത് ലെസ്സോ ആൻഡ് ലെസ്സി. മെയിൻ്റെനൻസ് ആര് ചെയ്യുന്നുണ്ട്? നമ്മൾ ലീസിനെടുക്കുന്ന എക്യുപ്മെന്റിന്റെ മെയിൻ്റെനൻസ് കൊടുക്കുന്ന ആളും വാങ്ങുന്ന ആളും ചെയ്യുന്നുണ്ട്. പ്രൊക്യൂർമെന്റ് ഓഫ് ദ എക്യുപ്മെന്റ് ലീഡ് ടൈം ഈസ് ലെസൻസ്. നമുക്ക് ആ ലഭിക്കുന്ന എക്യുപ്മെന്റിന്റെ ലീഡ് ടൈം എങ്ങനെയാണ്? കുറച്ച് സമയത്തേക്കുള്ളൂ അല്ലെ? കുറച്ച് സമയം കൊണ്ട് നമുക്ക് ആ സാധനം ലഭ്യമാവുന്നുണ്ട്. ക്ലിയർ ആയോ? ഔട്ട്ലേ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് മണി സ്പെൻഡ് ഇൻ സംതിങ്. നമ്മ ഒരു സാധനത്തിന് വേണ്ടി ചെലവാക്കുന്ന പൈസ, കോസ്റ്റിനെയാണ് ഔട്ട്ലേ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഔട്ട്ലേ കുറവ് മതി. എന്താണ് നെക്സ്റ്റ് ഒബ്സലസൻസ് എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് ബിക്കെയിം ഔട്ട്ഡേറ്റഡ് ആക്കുക, ഡേറ്റ് തീർന്നു പോവുക. ഓർ ഓൾഡ് ഫാഷൻ ആവുക. ആൻഡ് നോ ലോങ്ങർ യൂസ്. നമുക്ക് ഒരുപാട് നാള് യൂസ് ചെയ്യാൻ പറ്റാതെ വരിക. ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ലീസിന് എടുക്കുമ്പോ ഇതിൽ നിന്നുള്ള റിസ്കുകൾ അല്ലെ, നമ്മുടെ നഷ്ടങ്ങള് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? ലെസ്സും ലെസ്സിയുമാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, പരിപാലിക്കുന്നത്. അപ്പൊ രണ്ടുപേർക്ക് എന്ത് വരുന്നില്ല? അധികം കോസ്റ്റ് വരുന്നില്ല അല്ലെ, ചെലവ് വരുന്നില്ല. പിന്നെ എന്താണ്? ഈ സാധനം ലഭ്യമാക്കാൻ എടുക്കുന്ന ലീഡ് ടൈം എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് ഓഫ് ലീസിംഗ്. ലീസിന് നമ്മൾ വാടകയ്ക്ക് എടുക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ എന്തെല്ലാമാണ്? ലെസ്സോ എന്നാണ് കേട്ടാ, LESSOR ആണ് കേട്ടാ, ലെസ്സർ അല്ല, ലെസ്സോ. He is the lessor who controls the equipment. ആരായിരിക്കും ഈ എക്യുപ്മെന്റുകൾ കൺട്രോൾ ചെയ്യുന്നത്? ഇപ്പൊ നമ്മ എന്റെ ഇന്ന സാധനം എടുത്താൽ ഞാനായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ലെസ്സോ ആയിരിക്കും ആ എക്യുപ്മെന്റുകളെ കൺട്രോൾ ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത്. പിന്നെ നെക്സ്റ്റും ലെസ്സോ തന്നെയാണ് കേട്ടോ, LESSOR. ലെസ്സോ ഹാസ് ദ ആക്സസ് ടു ദി എക്യുപ്മെന്റ് ഇൻസ്പെക്ഷൻ. കൂടാതെ ഈ ലെസ്സോ എന്ത് ചെയ്യുന്നുണ്ട്? എക്യുപ്മെന്റുകളുടെ പരിശോധന നടത്തുന്നുണ്ട്. ഇല്ലേ? ഇപ്പൊ നമ്മ ഒരു കാറ് റെന്റിന്റെ അടുത്ത് തിരിച്ചുകൊണ്ട് ഇല്ല, ഇന്ന് ഇംഗ്ലീഷ് മിസ് ഇല്ല. മിസ് ഇത് കൂടെ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് ബ്രേക്ക് തരാട്ടാ. മിസ് ഈ പറഞ്ഞ ഇത് കാര്യം കഴിഞ്ഞിട്ട് 5 മിനിറ്റ് ബ്രേക്ക് തരാം. നെക്സ്റ്റ്, ലെസ്സോ has the access to the equipment inspection. നമ്മ ഒരു കാറ് റെന്റിന് എടുത്താൽ നമ്മ തിരിച്ചു കൊടുക്കുമ്പോ അല്ലെ, അല്ലെങ്കിൽ അവര് വന്ന് നോക്കൂലേ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും റിപ്പയറിങ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങള് ഇല്ലേ, ശ്രദ്ധിക്കാറില്ലേ? അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ലെസ്സോ എക്യുപ്മെന്റുകളുടെ ഇൻസ്പെക്ഷൻ, പരിശോധന നടത്തുന്നുണ്ട്. നെക്സ്റ്റ്, ലെസ്സോ ഹാസ് ദ റൈറ്റ് ടു സീസ് ദ ലീസ് പീരീഡ്. എന്ത് ചെയ്യുന്നുണ്ട്? ലെസ്സോക്ക് നമ്മുടെ ആ ലീസ് പീരീഡ്, ആ ടൈം കഴിയുന്നതിന് മുമ്പ് തന്നെ തിരിച്ചെടുക്കാനുള്ള അധികാരമുണ്ട്. ഇപ്പൊ ചിലപ്പോ നമ്മ ആ എക്യുപ്മെന്റ് വാങ്ങിച്ചേക്കുന്നത് 2 മാസത്തേക്കായിരിക്കും. ചിലപ്പോ എന്താണ്, അയാൾക്ക് 2 മാസം എത്തുന്നതിന് മുമ്പ് തന്നെ അത് തിരിച്ചെടുക്കാം. ലെസ്സിന്റെ കയ്യിൽ നിന്ന് ഈ ലെസ്സോക്ക് അത് തിരിച്ചെടുക്കാം. ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയോ? വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാല് അത് കൊടുത്ത ആളായിരിക്കും ആ കാര്യങ്ങള്, ആ എക്യുപ്മെന്റ് കൺട്രോൾ ചെയ്യുന്നത്. കൂടാതെ എന്താണ്, ആ എക്യുപ്മെന്റുകള് ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ട്, ഉടമസ്ഥൻ ഇൻസ്പെക്ഷൻ നടത്തുന്നു. കൂടാതെ എന്താണ്, ആ വാടക കാലാവധിയിലെ ലീസ് പീരീഡ് കഴിയുന്നതിന് മുമ്പ് തന്നെ ലെസ്സോക്ക് വേണമെങ്കിൽ അത് തിരിച്ചെടുക്കാനുള്ള അധികാരവുമുണ്ട്.
Next, shared services are done in case of hospital waste management, incinerator and laundry services, washing machine. എന്താണ് ഹോസ്പിറ്റലിലെ വേസ്റ്റ് മാനേജ്മെന്റ്, അതായത് ഇൻസിനറേറ്ററിന്റെ പ്രവർത്തനങ്ങളോ ലോണ്ടറി സർവീസുകളുടെ പ്രവർത്തനങ്ങളും എന്താണ് പങ്കിട്ട സേവനങ്ങളാണ്. എന്ന് വെച്ചാൽ ലെസ്സോക്കും ലെസ്സിക്കും തുല്യ അധികാരമാണ് അവിടുത്തെ പ്രവർത്തനങ്ങളില്. ഒരാൾക്കും ഒരു ഹൈ ഇതില്ലാന്ന്, പവർ ഇല്ലാന്ന്, രണ്ടുപേരും ഒരുപോലെ ആയിരിക്കും അവര് സർവീസ് നൽകേണ്ടത്. ക്ലിയർ ആയോ ഇത്രയും ഭാഗം? ലാസ്റ്റ് സെന്റൻസ് ഓക്കെ. ഷെയർഡ് സർവീസ്, അതായത് ഹോസ്പിറ്റലിലെ വേസ്റ്റ് മാനേജ്മെന്റ് സെക്ഷൻ, അതായത് ഇൻസിനറേറ്റർ മിസ് പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടുത്തെ പ്രവർത്തനങ്ങളും ലോണ്ടറി സർവീസിലെ വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളും എന്താണ് ലെസ്സോ. ഇപ്പൊ ലീസിന് എടുക്കുകയാണെങ്കിൽ, ഇവര് വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് ലെസ്സോക്കും ലെസ്സിക്കും തുല്യ അധികാരമായിട്ട് പങ്കിട്ട സേവനങ്ങളായിരിക്കും. ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തോട്ടാ, എന്നിട്ട് മിസ് ബാക്കി എടുക്കാട്ടാ. കുഴപ്പമുണ്ടാ? ബോറടിക്കുന്നുണ്ടാ? ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തോട്ടെ എല്ലാവരും.
കേൾക്കാലോ? Okay. Selection and procurement of equipment. ഒരു equipment നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അത് തിരഞ്ഞെടുക്കുക അല്ലെ, സെലക്ഷൻ ചെയ്യേണ്ടത്, പ്രൊക്യൂർമെന്റ് ലഭ്യമാക്കുന്നത് എങ്ങനെയാണ്, എന്തൊക്കെ രീതിയിലാണ്? സെലക്ട് അക്കോർഡിംഗ് ടു ദ നീഡ് ഓർ റെക്കമെൻഡേഷൻ. എന്താണ്, നമ്മൊരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ വാങ്ങിക്കുമ്പോൾ എന്ത് ചെയ്യും? അത് അതിന് ആവശ്യമുണ്ടോ എന്ന് അന്വേഷിക്കും അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പുതിയ ഒരു എക്യുപ്മെന്റ് വാങ്ങിക്കുകയാണെങ്കിൽ എന്താണ്, ആ എക്യുപ്മെന്റ് വാങ്ങിച്ചത് കൊണ്ട് ഹോസ്പിറ്റലിന് വല്ല ഉപകാരമുണ്ടോ അല്ലെ, ബെനിഫിറ്റ്സ് ഉണ്ടോ, വല്ല ആവശ്യമുണ്ടോ? റെക്കമെൻഡേഷൻ, ഏതെങ്കിലും യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അതിനുള്ള ശുപാർശ, റെക്കമെൻഡേഷൻ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക. നെക്സ്റ്റ്, take into account the effect of after. എന്ന് വെച്ചാൽ വിൽപ്പനാനന്തര സേവനം എന്നറിയില്ലേ, സെയിൽസ് സർവീസുകള് ആൻഡ് സ്പെയർ അവൈലബിലിറ്റി. നമ്മ പറയില്ല, ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാല് ഇത്ര വർഷത്തേക്ക് വാറണ്ടി ഉണ്ട് അല്ലെ, സെയിൽസ് സർവീസ് ഉണ്ടെന്ന്. വിൽപ്പനാനന്തര സേവനം, ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചു കഴിഞ്ഞാല് വരുമല്ലേ, ഇത്ര വർഷത്തേക്ക് വാറണ്ടി ഉണ്ട്, ഗ്യാരണ്ടി ഉണ്ട് എന്നൊക്കെ പറയാറില്ലേ. അങ്ങനെയുള്ള വിൽപ്പനാനന്തര സേവനമുണ്ടോ? നെക്സ്റ്റ്, ഇൻസ്റ്റലേഷൻ, ഓപ്പറേഷൻ ഓർ കാലിബ്രേഷൻ. എന്താണ് ഇൻസ്റ്റലേഷൻ ചെയ്യുക അല്ലെ. നമ്മ പറഞ്ഞു, ഒരു എക്യുപ്മെന്റ് വാങ്ങിക്കുമ്പോ എങ്ങനെയാണ്, പല ഇതായിട്ടായിരിക്കും അല്ലെ, പാർട്സുകളായിട്ടായിരിക്കും തന്നിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും, ഇൻസ്റ്റാൾ ചെയ്യും അല്ലെ, ഘടിപ്പിക്കും, ആ പാർട്സുകൾ ഇൻസ്റ്റാൾ ചെയ്യും, ഘടിപ്പിക്കും. ഇൻസ്റ്റലേഷൻ, ഓപ്പറേഷൻ പ്രവർത്തനങ്ങള്, കാലിബ്രേഷൻ. കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ കൃത്യത, ആക്യുറസിനൊക്കെ പറയില്ലേ, ഇത്ര വോൾട്ടിൽ യൂസ് ചെയ്യാം. ഒരു മെഷീൻ, ഒരു എക്യുപ്മെന്റ് വാങ്ങിക്കുകയാണെങ്കിൽ അത് ഇത്ര വോൾട്ട് ആണ്. അതിന്റെ വർക്കിംഗ് കണ്ടീഷന്റെ ആക്യുറസി, കൃത്യതയെ സൂക്ഷിപ്പിക്കുന്നതാണ് കാലിബ്രേഷൻ. അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യുക. നമ്മ വാഷിംഗ് മെഷീൻ മേടിക്കുമ്പോ പറയാറില്ലേ, ഇത്ര വെയിറ്റ് തുണി ഇടാന്നൊക്കെ. 7 കിലോ അല്ലെങ്കിൽ 11 കിലോ തുണികളാണ് കഴുകാൻ പറ്റുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? അങ്ങനെയുള്ള കാര്യങ്ങളാണ് കാലിബ്രേഷൻ വരുന്നത്, കൃത്യതയെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഒരു എക്യുപ്മെന്റ് വാങ്ങിക്കുമ്പോൾ അതിന്റെ ഇൻസ്റ്റലേഷൻ പ്രൊസീജിയർ, ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണ്, ഓപ്പറേഷൻ പ്രവർത്തനം എങ്ങനെയാണ്, അതിന്റെ കാലിബ്രേഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയതിനു ശേഷം തിരഞ്ഞെടുക്കുക, സെലക്ട് ചെയ്യുക. ട്രെയിനിങ് ആൻഡ് ടെസ്റ്റിംഗ്. ഒരു എക്യുപ്മെന്റ് വാങ്ങിച്ചാൽ മാത്രം മതി, അത് ഉപയോഗിക്കേണ്ട രീതികളെ കുറിച്ച് നമുക്ക് അറിയണം അല്ലെ, വേണ്ടേ? ട്രെയിനിങ്ങുകൾ അല്ലെ, പരിശീലനം ലഭിക്കണം. ആൻഡ് ടെസ്റ്റിങ്, നമ്മ ഒരു പുതിയ കാറ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ടെസ്റ്റ് ഡ്രൈവിന് തരാറുണ്ടോ? ടെസ്റ്റ് ഡ്രൈവിന് വരും അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് ടെസ്റ്റ് ഡ്രൈവിന് വരുന്നത്? ആ കാറിന്റെ എങ്ങനെയുണ്ട് ഫീച്ചേഴ്സ് അല്ലെ, അറിയാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ എന്ത് ചെയ്യുക, അതിനു വേണ്ടി ഒരു എക്യുപ്മെന്റ് വാങ്ങുമ്പോൾ അതിന്റെ ട്രെയിനിങ്ങുകൾ നൽകുക, ടെസ്റ്റിംഗ് നടത്തുക, നല്ലതാണോ, ക്വാളിറ്റി ഉള്ളതാണോ, അങ്ങനെയുള്ള കാര്യങ്ങള് ടെസ്റ്റ് ചെയ്യുക. മാനുഫാക്ചർ മാനുവൽ അവൈലബിലിറ്റി, മാനുഫാക്ചറുകളുടെ അവൈലബിലിറ്റി, നിർമ്മാതാക്കളുടെ അവൈലബിലിറ്റി. ഒരു മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാല് അത് മാനുഫാക്ചർ ചെയ്യുന്ന ആളുകൾക്കല്ലേ നമുക്ക് ആ മെഷീനെ കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ തരാൻ പറ്റുള്ളൂ. നിർമ്മിക്കുന്ന ആളുകൾക്കല്ലേ, അല്ലാത്ത ആളുകൾക്ക് എന്തെങ്കിലും പറഞ്ഞുതരാൻ പറ്റുമോ? റിപ്പയേഴ്സ് അല്ലെ, റിപ്പയേഴ്സ്, റിപ്പയർ ചെയ്യുന്ന ആളുകള് അല്ലെ, അങ്ങനെയുള്ള ആളുകളുടെ അവൈലബിലിറ്റി ഉണ്ടോ എന്ന്. മാനുഫാക്ചർ എന്ന് പറഞ്ഞാൽ നിർമ്മാതാക്കളുടെ അവൈലബിലിറ്റി ഉണ്ടോ എന്ന് നോക്കുക. ക്ലിയർ ആയോ?
select according to the need or recommendation. എന്താണ് ഒരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഒരു എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ആ എക്യുപ്മെന്റ് വാങ്ങിച്ചത് കൊണ്ട് ഹോസ്പിറ്റലിന് എന്തെങ്കിലും ഉപകാരമുണ്ടോ, ബെനിഫിറ്റ്സ് ഉണ്ടോ എന്ന കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. പിന്നെ എന്താണ് വിൽപ്പനാനന്തര സേവനം. ഒരു മെഷീന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് വിൽപ്പനാനന്തര നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാലും അതിന് എന്തെങ്കിലും സർവീസുകളോ അല്ലെങ്കിൽ വാറന്റിയോ ഗ്യാരണ്ടിയോ ഉണ്ടോ എന്ന് നോക്കി അങ്ങനെയുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്യുക. പിന്നെ എന്താണ് ഇൻസ്റ്റലേഷൻ. ഒരു എക്യുപ്മെന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അതിന്റെ പ്രവർത്തനങ്ങൾ, അതിന്റെ കാലിബ്രേഷൻ എന്നിവയെ കുറിച്ച് കറക്റ്റ് ആയി വിലയിരുത്തുക, ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് ട്രെയിനിങ് ആൻഡ് ടെസ്റ്റിംഗ്. നെക്സ്റ്റ് മാനുഫാക്ചറർ മാനുവൽ അവൈലബിലിറ്റി. എന്താണ് ഒരു മെഷീൻ വാങ്ങിക്കുമ്പോൾ അതിന് മാനുഫാക്ചേഴ്സിന്റെ അവൈലബിലിറ്റി, എന്തെങ്കിലും കംപ്ലൈന്റ്സ് വരികയാണ് അല്ലെങ്കിൽ നമുക്ക് ആ മെഷീനറീസിനെ കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ നിർമ്മാതാക്കൾക്കല്ലേ പറഞ്ഞുതരാൻ പറ്റുള്ളൂ. അപ്പൊ മാനുഫാക്ചറിലെ ലഭ്യതയുണ്ടോ എന്ന് ഉറപ്പാക്കുക. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ക്ലിയർ ആയില്ലേ? അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ഉത്തരവാദിത്തങ്ങളും അധികാരവും എന്തെല്ലാമാണ്? അതോറിറ്റി ടു കമ്മിറ്റ് ദ ഫണ്ട്സ് ഓഫ് ദി ഹോസ്പിറ്റൽ ഫോർ ദ പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. എന്താണ് ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായ ഗുഡ്സുകളും സർവീസുകളും പർച്ചേസ് ചെയ്യുന്നതിനുള്ള വാങ്ങുന്നതിനുള്ള ഫണ്ട് അനുവദിക്കാനുള്ള അധികാരം അല്ലെ, ഫണ്ടുകൾ അനുവദിച്ച് നൽകുക. റെസ്പോൺസിബിലിറ്റി ടു ഫുൾഫിൽ ദ നീഡ്സ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് വെൻ ജസ്റ്റിഫൈഡ്. ഓരോ ഡിപ്പാർട്ട്മെന്റുകളും അവർ പറയുന്ന ആവശ്യങ്ങൾ, നീഡ്സുകള് ജസ്റ്റിഫൈഡ് ആണെങ്കിൽ, ന്യായമാണെങ്കിൽ അത് നിറവേറ്റി കൊടുക്കാനുള്ള അധികാരം. ഇപ്പൊ ഡയറക്ടറി സർവീസ് എന്ന് പറയാണ്, ഞങ്ങൾക്ക് ഇന്ന മെഷീൻ വേണം, ഇന്ന എക്യുപ്മെന്റ് വേണം എന്ന് പറഞ്ഞാല് അത് ന്യായമാണെങ്കിൽ എന്ത് ചെയ്യുക, അവർക്ക് വാങ്ങിക്കൊടുക്കുക, പർച്ചേസ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആയോ? അത് റെസ്പോൺസിബിലിറ്റി ഫോർ ഇവാലുവേഷൻ ഓഫ് സ്പെസിഫിക്കേഷൻ ആൻഡ് ഇൻകംപ്ലീറ്റ് ഓർ ഇൻകറക്റ്റ് ഹാസ് ദ അതോറിറ്റി ടു ചലഞ്ച് സ്പെസിഫിക്കേഷൻ. എന്താണ്? ഇപ്പൊ നമ്മൊരു സാധനം വാങ്ങും, ഇപ്പൊ നമ്മൊരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളടുത്ത് പറയാൻ ഇന്ന ഫീച്ചേഴ്സ്, ഇന്ന ക്വാളിറ്റി ഉണ്ട് അല്ലെ, ഇന്ന സ്പെസിഫിക്കേഷൻ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കിട്ടിക്കഴിയുമ്പോ അവര് പറഞ്ഞതൊന്നുമില്ല, ഇൻകംപ്ലീറ്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യാ? അത് ചോദ്യം ചെയ്യാനുള്ള, അവരെ ചോദ്യം ചെയ്യാനുള്ള അവകാശം ഈ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. ആ കംപ്ലൈന്റ് ചെയ്യുക, അവരെ നമ്മൾ ചോദ്യം ചെയ്യും അല്ലെ, ചലഞ്ച് ചെയ്യും. അതിനുള്ള അധികാരം പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. Responsibility to interview all vendors, representatives and arrange for bidding or negotiation for goods and services. എന്താണ്? വെൻഡേഴ്സിന്റെ അടുത്ത് അഭിമുഖങ്ങൾ നടത്തണം അല്ലെ, അവരെ ചർച്ചകൾ നടത്തണ്ടേ? പർച്ചേസിംഗ് ചെയ്യുന്ന പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് വേണം അല്ലെ. അങ്ങനെയുള്ള വെൻഡേഴ്സിന്റെ അടുത്ത്, വെൻഡർ റെപ്രസെന്റേറ്റീവ് അതായത് കച്ചവടക്കാരുമായിട്ട് ഇന്റർവ്യൂസ്, അഭിമുഖങ്ങൾ നടത്തുക. പിന്നെ എന്താണ്? ബിഡിംഗ്, അറേഞ്ച് ഫോർ ബിഡിംഗ്, ലേലം വിളികൾ അറേഞ്ച് ചെയ്യുക. കൂടാതെ എന്താണ്? നെഗോഷിയേഷൻ ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. എന്താണ്? ഗുഡ്സുകൾക്കും സാധനങ്ങൾക്കും സേവനങ്ങൾക്കും വേണ്ടി ലേലം നടത്തുക. പിന്നെ എന്താണ്? ചർച്ചകൾ നടത്തുക, വെൻഡേഴ്സുമായി അഭിമുഖം നടത്തുക. ഇത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ടു get correct quality and correct quality and quantity at the economical price. നമ്മ കൊടുത്ത പൈസക്ക് അല്ലെ, സാമ്പത്തിക വിലയില് ആ എക്യുപ്മെന്റ് കറക്റ്റ് ക്വാളിറ്റിയിലുണ്ടോ, ഗുണനിലവാരത്തിലുണ്ടോ, കറക്റ്റ് അളവിലുണ്ടോ, ക്വാണ്ടിറ്റിയിലുണ്ടോ എന്ന കാര്യങ്ങള് ചെക്ക് ചെയ്യുക. ടു സപ്ലൈ മെറ്റീരിയൽസ് ആൻഡ് നീഡഡ് ഫോർ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും അവർക്ക് ആവശ്യമായ മെറ്റീരിയൽസ്, സാധനങ്ങള് സപ്ലൈ ചെയ്യുക, വിതരണം ചെയ്യുക. ക്ലിയർ ആയത്? സിമ്പിൾ അല്ലേ ഇത്? നെക്സ്റ്റ്, ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പർച്ചേസിംഗ് മാനേജർ. പർച്ചേസിംഗ് മാനേജറുടെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്
എന്തൊക്കെയാണ്? The personnel that normally runs the purchasing department is called the purchasing manager. Manager എന്നാണ് കേട്ടോ. ഒരു ആറ് മിസ്സിംഗ് ആണ് അവിടെ. എന്താണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലെ സാധാരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളെയാണ്, വ്യക്തിയെയാണ് പർച്ചേസിംഗ് മാനേജർ എന്ന് പറയുന്നത്. അതല്ലേ? പർച്ചേസിംഗ് അക്വിസിഷൻസ്, റിക്വസിഷൻസ് സ്വീകരിക്കുക, പർച്ചേസിംഗ് ഓർഡർ നടത്തുക, പർച്ചേസിംഗിനെ കുറിച്ച് പ്ലാൻ ചെയ്യുക, അല്ലെ? പർച്ചേസിംഗിലെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുക, അങ്ങനെയുള്ള ഒരു ആളെയാണ്, ഒരു വ്യക്തിയെയാണ് പർച്ചേസിംഗ് മാനേജർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ആളെയാണ്, അതായത് അവിടുത്തെ പ്രവർത്തനങ്ങളെ നടത്തുന്ന ഒരു വ്യക്തിയെയാണ് പർച്ചേസിംഗ് മാനേജർ എന്ന് പറയുന്നത്. Then purchasing job description is a strategic in nature. പർച്ചേസിംഗ് ജോബ് എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിക് നേച്ചർ ആണ്, അല്ലെ? ഒരു തന്ത്രപരമായ സ്വഭാവമല്ലേ? ബാർഗെയിനിങ് ചെയ്യണം, അല്ലെ? വേണ്ടേ? ലേലം വിളിക്കണം, അല്ലെ? നെഗോഷിയേഷൻ ചെയ്യണം, അല്ലെ? വേണ്ടേ? വെൻഡേഴ്സിന് മനസ്സിലാക്കണം, അല്ലെ? ഇന്റർപേഴ്സണൽ ആയിരിക്കണം, അല്ലെ? അപ്പൊ പർച്ചേസിംഗ് ജോബ്, പർച്ചേസിംഗ് ജോലി, വാങ്ങൽ ജോലി എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിക്, ഒരു തന്ത്രപരമായ ഒരു പ്രവർത്തനമാണ്, ജോലിയാണ്. Usually consist of the following. എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ചെയ്യുന്നത്? Maintain the purchasing policy and ensuring that all purchases stick to it. എന്നാണ് പർച്ചേസിംഗ് പോളിസികൾ നിലനിർത്തുകയും എല്ലാ പർച്ചേസിങ്ങുകളെയും അത് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. നമ്മ പറഞ്ഞ എന്താണ്? ഒരു പർച്ചേസിംഗ് കഴിഞ്ഞ എഗ്രിമെന്റ് സൈൻ ചെയ്യല്ലേ? എഗ്രിമെന്റ് സൈൻ ചെയ്യും, പർച്ചേസിംഗ് ഓർഡർ കൊടുക്കല്ലേ? പർച്ചേസിംഗ് ഓർഡർ കൊടുക്കല്ലേ സപ്ലയേഴ്സിന്? കൊടുക്കും. അങ്ങനെയുള്ള പർച്ചേസിംഗ് പോളിസികൾ നിലനിർത്തുകയും എല്ലാ പർച്ചേസിങ്ങളിലും, എല്ലാ വാങ്ങൽ പ്രവർത്തനങ്ങളിലും അത് പാലിക്കുന്നുണ്ടെന്നും ഈ പർച്ചേസിംഗ് മാനേജർ ഉറപ്പുവരുത്തുക. Choosing the suppliers that the company will deal with and keeping the legal interaction with them. എന്താണ്? കമ്പനി കൈകാര്യം ചെയ്യുന്ന, ഇപ്പൊ ഹോസ്പിറ്റലുകളാണെങ്കിൽ അവര് മാനേജ് ചെയ്യുന്ന, അവര് കൈകാര്യം ചെയ്യുന്ന, അല്ലെ, സപ്ലയേഴ്സ്, അവര് കൈകാര്യം ചെയ്യുന്ന വിതരണക്കാരെ തിരഞ്ഞെടുക്കുക. ഏത് സപ്ലയേഴ്സിന്റെ അടുത്ത് നിന്ന് സാധനം വാങ്ങാൻ പറ്റും, അല്ലെ? വിശ്വസ്തയോഗ്യരായ, അല്ലെ? ട്രസ്റ്റ് വേഴ്ത്തി സപ്ലയേഴ്സ്, അല്ലെ? അല്ലെ? വിശ്വാസയോഗ്യരായ സപ്ലയേഴ്സിനെ തിരഞ്ഞെടുക്കുകയും പിന്നെ എന്താണ്? ആ സപ്ലയേഴ്സിന്റെ ഇടയിൽ ലീഗൽ ഇന്ററാക്ഷൻസ്, നിയമപരമായ ഇന്ററാക്ഷൻസ്, ഇടപെടൽ നടത്തുകയും ചെയ്യുക. ക്ലിയർ ആയോ? ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായ സപ്ലയേഴ്സിനെ, വിശ്വാസയോഗ്യരായ സപ്ലയേഴ്സിനെ തിരഞ്ഞെടുക്കുകയും അവരുടെ ഇടയിൽ എന്താണ്? ഒരു ലീഗൽ, നിയമപരമായ ഇടപെടൽ നടത്തുകയും ചെയ്യുക. മാനേജിംഗ് എനി SLA that may be in place. SLA എന്ന് പറഞ്ഞാല് സർവീസ് ലെവൽ എഗ്രിമെന്റ്. ഇപ്പൊ നമ്മ ഒരു സാധനങ്ങൾ, ഒരു മെഷീൻ വാങ്ങുമ്പോൾ നമ്മുടെ അടുത്ത് പറയില്ല, ഇത്ര വർഷത്തേക്ക് വാറണ്ടി, ഇത്ര വർഷത്തേക്ക് ഗ്യാരണ്ടി, അല്ലെ? ഇന്ന ക്വാളിറ്റി ഉണ്ട്, ആണോ? അതൊക്കെയാണ് സർവീസ് ലെവൽ എഗ്രിമെന്റുകൾ. ക്ലിയർ ആയോ? സർവീസ് ലെവൽ എഗ്രിമെന്റുകള്. അപ്പൊ സർവീസ് ലെവൽ എഗ്രിമെന്റുകള് കൈകാര്യം നടത്തുകയും മാനേജിംഗ് എനി മാസ്റ്റർ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ സപ്ലയേഴ്സ് ആൻഡ് ദി കമ്പനി, സപ്ലയേഴ്സും കമ്പനിയും തമ്മിൽ, അതായത് ഹോസ്പിറ്റലും തമ്മിലുള്ള മാസ്റ്റർ എഗ്രിമെന്റുകൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുക. അപ്പൊ നമുക്കറിയാം എഗ്രിമെന്റുകൾ നമ്മൾ പറഞ്ഞു, അല്ലെ? ഇന്ന മെഷീനറീസ്
ഇന്ന റേറ്റിന് ഇത്ര ലീഡ് ടൈമിൽ അല്ലെ ഇത്ര ക്വാണ്ടിറ്റിയിൽ ലഭ്യമാക്കുന്നു എന്ന് പറഞ്ഞ എഗ്രിമെന്റ് സൈൻ ചെയ്യാനോ സപ്ലയേഴ്സും. അങ്ങനെയുള്ള മാസ്റ്റർ എഗ്രിമെന്റുകളുടെ കൈകാര്യം ചെയ്യലും സർവീസ് ലെവൽ എഗ്രിമെന്റുകൾ കൈകാര്യം ചെയ്യേണ്ടത് ആരാണ്? ഈ പർച്ചേസിംഗ് മാനേജർ ആണ്. നെക്സ്റ്റ് സ്റ്റാഫ് റിക്രൂട്ട്മെന്റ്. എന്താണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായ സ്റ്റാഫുകളെ നിയമിക്കുന്നതും അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ നൽകുന്നതും അവരെ മാനേജ് ചെയ്യുന്നതും എല്ലാം ഈ പർച്ചേസിംഗ് മാനേജർ ആണ്. കൊളാബറേഷൻ വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളുമായി കൊളാബറേഷൻ സഹകരണം നടത്തുക. കൂടാതെ ആരോഗ്യമാണ് എസ്പെഷ്യലി ദ അക്കൗണ്ടിംഗ്, മാനുഫാക്ചറിംഗ് ആൻഡ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റ്. ആരായിട്ടാണ് കൂടുതൽ സഹകരണം വേണ്ടത്? അക്കൗണ്ടിങ് അല്ലെ. പർച്ചേസിംഗ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഫണ്ട് വേണം അല്ലേ? വേണ്ടേ? അപ്പൊ അക്കൗണ്ടിങ്, മാനുഫാക്ചറിംഗ് നിർമ്മാതാക്കളുമായി ആൻഡ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റ്, സ്റ്റോക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുമായിട്ടും സഹകരണം ഉണ്ടാവണം. ബഡ്ജറ്റിംഗ്, കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് സേവിംഗ് ആഫ്റ്റർ അനലൈസിംഗ് ദ മാനേജ്മെന്റ് ഇൻഫർമേഷൻ അവൈലബിൾ. എന്താണ്? മാനേജ്മെന്റിന്റെ വിവരങ്ങൾ വിശകലനം ചെയ്തതിന് ശേഷം എന്താണ്? ബഡ്ജറ്റിലെ ഒരു യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അവർക്ക് എത്ര ബഡ്ജറ്റ് വരെ നൽകുക അല്ലെ? ആണോ ഫണ്ട് അനുവദിക്കുന്നത് അല്ലെ? അങ്ങനെയുള്ള ഫണ്ടുകള് ബഡ്ജറ്റ് നടത്തുന്നത്. കോസ്റ്റിംഗ്, ചെലവാകുന്ന പൈസ നടത്തുന്നത്. കോസ്റ്റ് സേവിംഗ്, കോസ്റ്റുകള് കുറയ്ക്കുന്നതൊക്കെ ആരാണ്? ഈ പർച്ചേസ് മാനേജർ ആണ്. ഇതാണ് നെഗോഷിയേഷൻ ചെയ്യുക അല്ലെ? കോസ്റ്റ് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചർച്ച നടത്താം. ആണോ? ബാർഗൈനിങ് ചെയ്യാ അല്ലെ? വിലപേശ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കാണിട്ട് കോസ്റ്റ് സേവിംഗ് നടത്തുന്നതൊക്കെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ പർച്ചേസിംഗ് മാനേജറിന്റെ ഡ്യൂട്ടീസ് ആണ്. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ക്വാളിറ്റി ആൻഡ് അതർ ലീഗൽ നീഡ്സ്. എന്താണ്? കൊണ്ടുവരുന്ന എക്യുപ്മെന്റുകൾ എന്താണ്? ഹെൽത്ത് ആണോ? സേഫ്റ്റി ഉള്ളതാണോ? സുരക്ഷയുള്ളതാണോ? ക്വാളിറ്റി ഉള്ളതാണോ? ഗുണനിലവാരമുള്ളതാണോ? അതർ ലീഗൽ നീഡ്സ്, മറ്റ് നിയമപരമായ ആവശ്യങ്ങൾ, കോൺട്രാക്റ്റുകൾ സൈൻ ചെയ്തതാണോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓവർസീസ് എന്താണ്? അസസ്മെന്റ് നടത്തുക, വിലയിരുത്തുക. ഓവർസീയിങ് എനി ലാർജ് പ്രൊക്വയർമെന്റ് ദാറ്റ് മേ ഹാപ്പൻ. ഇപ്പൊ ബൾക്കായിട്ട് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ വലിയ സംഭരണങ്ങൾ നടത്തുമ്പോൾ അതെന്ത് ചെയ്യുക? അതിന് വേണ്ട മേൽനോട്ടം വഹിക്കുക. ലൈസൻസ്, communication or cooperation which makes easy for the close working relationship between people. എന്താണ്? കമ്മ്യൂണിക്കേഷൻ അല്ലെ? ആശയവിനിമയങ്ങളും കോപ്പറേഷന് സഹകരണങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? പീപ്പിൾസ് തമ്മിലുള്ള ഒരു നല്ല റിലേഷൻ, നല്ല ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നു. നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞ നെഗോഷിയേറ്ററിന്റെ ക്വാളിറ്റി പറഞ്ഞോ? ഗുഡ് ലിസണർ അല്ലെ? ഇന്റർപേഴ്സണൽ അല്ലെ? ലോജിക്കൽ തിങ്കേഴ്സ് ആണോ? എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റുള്ളവരുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? ആശയവിനിമയങ്ങളും അവരുമായി നല്ല കോപ്പറേഷൻ ഒക്കെ സഹകരണത്തിന് വേണ്ടിയിട്ട്. എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? എന്താണ്? പീപ്പിൾസിനുമായി, മറ്റുള്ളവരുമായി ഒരു നല്ല റിലേഷൻ, നല്ല ബന്ധം സ്ഥാപിക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ. നെക്സ്റ്റ്, job description of purchasing clerks and or assistants. Purchasing clerk undertake day-to-day work. എന്താണ്? purchasing clerk day-to-day ദിവസേനയുള്ള അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? collect and merge purchase order and purchase requisition and so as to order material goods and സപ്ലയേഴ്സ്. എന്താണ്? പർച്ചേസിംഗ് ഓർഡർ, പർച്ചേസിംഗ് റിക്വസിഷനുകളൊക്കെ കളക്ട് ചെയ്യുക, ശേഖരിക്കുകയും അതിലേപ്പിക്കുക അല്ലെ? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഏതൊക്കെ കാര്യങ്ങൾ
ഏതൊക്കെ പർച്ചേസുകൾ ഓർഡർ കൊടുക്കണം അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ ഗുഡ്സ് ആൻഡ് സർവീസുകൾ അല്ലെങ്കിൽ ആ മെറ്റീരിയൽസ് ഓർഡർ നൽകുക. ക്ലിയർ ആയോ? അതാരാണ് ഓർഡർ നൽകുന്നത്? എല്ലാ പർച്ചേസിംഗ് റിക്വസിഷനും പർച്ചേസിംഗ് ഓർഡർ ഒക്കെ ചെക്ക് ചെയ്ത് അത് ഓരോന്നും വിലയിരുത്തി അസസ്മെന്റ് ഒക്കെ ചെയ്തതിനു ശേഷം ആ പർട്ടിക്കുലർ ആയിട്ട് എന്ത് ചെയ്യുക? ഓർഡർ നടത്തുക. ഓക്കെ, ഡെലിവർ ദം ടു ദി സപ്ലയേഴ്സ്. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ പർച്ചേസിംഗ് ഓർഡർ സപ്ലയേഴ്സിന് കൈമാറുക, കൊടുക്കുക. റീഫ്രഷ് സ്റ്റോക്ക് ആൻഡ് ഓർഡർ ആസ് റിക്വയർഡ്. എന്താണ്? ആവശ്യാനുസരണം. ഇപ്പൊ എന്താണ്? ഒരു സ്റ്റോക്ക്, ഒരു മെറ്റീരിയൽസിന്റെ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിന്റെ സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുക? സ്റ്റോക്ക് പുതുക്കി നൽകുക, സ്റ്റോക്കിന്റെ ഓർഡർ പുതുക്കി നൽകുക. കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ സപ്ലയേഴ്സ് ഓൺ എ ഡെയിലി ബേസിസ്. എന്താണ്? സപ്ലയേഴ്സുമായിട്ട്, വിതരണക്കാരുമായിട്ട് ഡെയിലി ബേസിസ്, ദിവസേന ആശയവിനിമയം നടത്തുക. ഓരോ ഓർഡറിന്റെ അപ്ഡേഷൻസ് അറിയുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, കമ്മ്യൂണിക്കേറ്റ് നടത്തുക. സ്ക്രൂട്ടിനൈസ് ഡെലിവറീസ് എഗെയിൻസ്റ്റ് ദ ഓർഡർ. ചിലപ്പോൾ എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന ഓർഡറുകളിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരാം അല്ലെ. ചിലപ്പോ ക്വാണ്ടിറ്റിയിൽ കുറഞ്ഞു പോയിട്ടുണ്ടാവാം അല്ലെ, അല്ലെങ്കിൽ ചിലപ്പോ തന്നിരിക്കുന്ന ഓർഡർ മാറിപ്പോയിട്ടുണ്ടാവാം അല്ലെ. നമ്മൾ കൊടുത്ത ഓർഡറിന്റെ മെറ്റീരിയൽ ആയിരിക്കും നമുക്ക് തന്നിരിക്കുന്നത്, ചേഞ്ച് വന്നിട്ടുണ്ടാവാം. അപ്പൊ ഓർഡറുകൾക്കെതിരെയുള്ള ഡെലിവറികളുടെ പരിശോധന, സ്ക്രൂട്ടിനിറ്റി. ട്രേസ് ദ സ്റ്റാറ്റസ് ഓഫ് എനി ഓർഡർ അല്ല, ഓർഡർ. സ്റ്റാറ്റസ് ട്രേസ് ചെയ്യാന്ന് കണ്ടത് നമ്മളിപ്പോ ഓൺലൈനിൽ അല്ലെ, ഫ്ലിപ്കാർട്ടില് അല്ലെങ്കിൽ ആമസോണില് അല്ലെങ്കിൽ മീഷോയില് എനി ഓർഡർ OLDEN ആണ് കൊടുത്തിരിക്കുന്നത്, ഓർഡർ അല്ല, ഓർഡർ. ഓരോ ഓർഡറുകളുടെയും സ്റ്റാറ്റസ് കണ്ടിട്ട് ഇപ്പൊ നമ്മൾ ഫ്ലിപ്കാർട്ടില് മീഷോയിലൊക്കെ എന്തെങ്കിലും ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത് അപ്ഡേറ്റ് നോക്കൂലേ? ഡെലിവറി ആവാറായിട്ടുണ്ടോ അവിടെ നിന്ന് അല്ലെ, ട്രാക്ക് ചെയ്യൂലേ? അതിനെയാണ് trace the status of any order. Handle with the non-supplied orders, under orders, overt orders and damaged goods. എന്താണ്? നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന ഇതില് എന്താണ്? നമുക്ക് വിതരണം ചെയ്യാം. നമ്മൾ ഓർഡർ കൊടുത്തു, അപ്പൊ ഇത്ര ലീഡ് ടൈമിന്റെ ഉള്ളിൽ നമുക്ക് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. അങ്ങനെ വിതരണം ചെയ്യാത്ത, സപ്ലൈ ചെയ്യാത്ത ഓർഡറുകള് അണ്ടർ ഓർഡേഴ്സ്. എന്താണ്? ഓർഡറിന്റെ കീഴിലുള്ള, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും സാധനങ്ങള് പർച്ചേസിംഗ് ഓർഡർ കൊടുക്കണം, അതിന്റെ അടിയിലുള്ള, അതായത് ഓർഡറിന്റെ അടിയിലുള്ള ഓർഡർ. ഓവർ ആയിട്ട് കൊടുക്കുന്ന ഓർഡർ, ഒരു മെറ്റീരിയൽ നമ്മൾ ഓവറായിട്ട് കൂടുതലായിട്ട് ഓർഡർ നൽകുകയാണെങ്കിൽ അത്. പിന്നെ ഡാമേജ്ഡ് ഗുഡ്സ്, നമുക്ക് വന്ന സാധനങ്ങളില് എന്തെങ്കിലും ഡാമേജ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൈകാര്യം ചെയ്യുക. അണ്ടർ ഓർഡർ എന്ന് പറഞ്ഞാല് ഇപ്പൊ നമുക്ക് ഓർഡർ കൊടുക്കാനായിട്ട് പർച്ചേസിംഗ് ഓർഡർ ഒക്കെ റെഡി ആയി നമുക്ക് കൊടുക്കേണ്ട ഓർഡർ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ഓർഡർ ആണ് അണ്ടർ ഓർഡേഴ്സ്, ഓർഡറിന്റെ അടിയിലുള്ള ഓർഡർ. അതൊക്കെ കൈകാര്യം ചെയ്യുക. Next, make sure that any invoices are sent to accounts for payment. എന്താണ്? പേയ്മെന്റ് വേണ്ടിയിട്ട് എന്തെങ്കിലും സപ്ലയേഴ്സ് ഇൻവോയ്സ് തന്നിട്ടുണ്ടെങ്കിൽ അത് അക്കൗണ്ട്സിലേക്ക് അയക്കുക, പേയ്മെന്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട്. ജനറേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ഓൾ റിപ്പോർട്ട്സ്. നമുക്ക് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിൽ പല റെക്കോർഡ്സുകൾ ഉണ്ട് അല്ലെ. സ്റ്റോക്ക് ലെഡ്ജർ ഉണ്ടാവാം, പർച്ചേസിംഗ് ഓർഡർ ഉണ്ടാവും അല്ലെ, പല റിപ്പോർട്ട്സുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുക. ക്ലിയർ ആയോ? നെക്സ്റ്റ്, സ്റ്റോക്ക് കൺട്രോൾ ഓർ ഇൻവെന്ററി കൺട്രോൾ. സ്റ്റോക്ക് കൺട്രോൾ എന്താണ്? സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോക്ക് എന്താണ്? സാധനങ്ങൾ അല്ലെ,
ഇപ്പൊ സ്റ്റോർ ചെയ്ത് എല്ലാ സാധനങ്ങളും നമ്മളിപ്പോ ഓർഡർ കൊടുത്തേക്കുന്ന സാധനങ്ങളും നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന നമ്മ സ്റ്റോറിൽ ഒരു വെയർ ഹൗസ് ആണെങ്കിൽ ആ വെയർ ഹൗസിൽ സൂക്ഷിച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും സ്റ്റോക്കുകളാണ് അല്ലേ? അപ്പൊ സ്റ്റോക്ക് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോക്കുകൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ? സ്റ്റോക്കുകൾ എന്താണ്? സ്റ്റോക്കുകൾ കൺട്രോൾ ചെയ്ത് നമുക്ക് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കാം അല്ലെ? സാമ്പത്തിക വരുമാനം നേടാം. നോക്കിയേ, but when, how much to order, how much to stock to make the purchasing and storage expense at minimum is called inventory control. നമ്മ പർച്ചേസിങ് അതല്ലെങ്കിൽ സ്റ്റോറേജ് എക്സ്പെൻസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് സാധനം എപ്പോൾ എത്ര ഓർഡറിൽ ഹൗ മച്ച് എത്രത്തോളം, ഹൗ മച്ച് ടു സ്റ്റോർ എത്രത്തോളം, ഹൗ മച്ച് ടു ഓർഡർ നമ്മൾ എത്രത്തോളം ഓർഡർ കൊടുത്തിട്ടുണ്ട്, എത്രത്തോളം സ്റ്റോർ ചെയ്തിട്ടുണ്ട്, അതിനെയാണ് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നമ്മ പർച്ചേസിങ് കോസ്റ്റും സ്റ്റോറേജ് കോസ്റ്റും കുറയ്ക്കുന്നതിന് വേണ്ടി എന്ത് സാധനം എപ്പോൾ എപ്പോൾ എത്ര ഓർഡർ കൊടുത്തു, എത്രത്തോളം സ്റ്റോർ ചെയ്തു എന്നതിനെയാണ് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡിവൈസ് ഓഫ് മാനേജ്മെന്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു സസ്റ്റെയിൻ an economic investment in materials and products for the objectives of obtaining a maximum financial return. എന്താണ് നമ്മുടെ പരമാവധി? എന്തായിരിക്കും നമ്മൾ ലക്ഷ്യം വെക്കുക? ഈ സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുന്നതിലൂടെ നമ്മൾ പരമാവധി എയിം ചെയ്യുന്നത് നമുക്ക് സാമ്പത്തിക വരുമാനം അല്ലെ? സാമ്പത്തികമായി ഏൺ ചെയ്യുക, സമ്പാദിക്കുക എന്ന ലക്ഷ്യമായിരിക്കും. പരമാവധി സാമ്പത്തിക വരുമാനം നേടുക എന്ന ലക്ഷ്യത്തിനായി മെറ്റീരിയലുകളും പ്രോഡക്ട്സുകളും സാമ്പത്തിക നിക്ഷേപം നമ്മുടെ മൂലധന നിക്ഷേപം അല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റ് റിഡക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സ്റ്റോക്ക് കൺട്രോൾ. ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയണം. നിങ്ങൾക്ക് വേറൊരു രീതിയിൽ പറഞ്ഞുതരാം. ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല. ഇപ്പൊ നമുക്ക് 100 സാധനം മേടിക്കേണ്ടടുത്ത് ഒരു 150 എണ്ണം മേടിക്കുകയാണെങ്കിലോ എന്ത് ലാഭമാണ്? നമുക്ക് സംഭവം ശരിക്കും വേണം, നമ്മൾ റീസ്റ്റോക്ക് ചെയ്യണം. പക്ഷെ നമുക്ക് ഓവറായിട്ട് കുറച്ചും കൂടി എണ്ണം നമ്മൾ എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് വാങ്ങിക്കുകയാണെങ്കിലോ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അല്ലെ, ക്യാരിയിങ് കോസ്റ്റ് ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റില്ലേ? റിഡക്ഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എന്താണ് വരുമാനം അല്ലേ? നമുക്ക് സാമ്പത്തിക നേട്ടമല്ലേ ഉണ്ടാവുന്നത്? ആണോ? അതിനെയാണ് സ്റ്റോക്ക് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അഡീഷണൽ ആയിട്ട് കുറച്ച് സ്റ്റോക്ക് ചെയ്ത് അപ്പൊ എന്ത് ചെയ്യാ? ചിലപ്പോ നമുക്ക് എന്താണ്, നമുക്ക് കൂടുതലായിട്ട് കുറച്ച് സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ പ്രവർത്തനങ്ങളല്ലേ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് നടത്താൻ സാധിക്കും അല്ലെ? സ്റ്റോക്ക് കുറയാതെ അല്ലെ? പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ചെയ്യില്ലേ? കോൺസ്റ്റന്റ് ഫ്ലോയിൽ നടത്തില്ലേ? സ്റ്റോക്കിന് വേരിയേഷൻ നടത്താതെ അല്ലെ? അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെയാണ് സ്റ്റോക്ക് കൺട്രോൾ എന്ന് പറയുന്നത്. പരമാവധി സാമ്പത്തിക നേട്ടം, സാമ്പത്തിക വരുമാനം നേടുക എന്ന ലക്ഷ്യത്തിനായി മെറ്റീരിയലുകളും ഉൽപ്പന്നങ്ങളുടെയും സാമ്പത്തിക നിക്ഷേപം നിലനിർത്താൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസിനെയാണ് സ്റ്റോക്ക് കൺട്രോൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. സ്റ്റോക്കിൽ നമ്മൾ കൺട്രോൾ ചെയ്യുക, നമുക്ക് പരമാവധി സാമ്പത്തിക വരുമാനം, സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിനായി
എന്ത് ചെയ്യുക, സ്റ്റോക്കില് കൺട്രോൾ ചെയ്യുക, നിയന്ത്രണം ചെയ്യുക. നെക്സ്റ്റ് ഗോൾസ് ഓഫ് ഇൻവെന്ററി കൺട്രോൾ. ഇൻവെന്ററി കൺട്രോൾ അതായത് സ്റ്റോക്ക് കൺട്രോൾ കൊണ്ടുള്ള ഗോൾസുകൾ. പ്രൊവൈഡ് സപ്ലൈസ് അവൈലബിൾ വെൻ നീഡഡ് ടു മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് ഓപ്പറേഷൻ. എന്താണ് കോൺസ്റ്റന്റ് ഓപ്പറേഷൻ അല്ലെ? അപ്പൊ മിസ് പറഞ്ഞില്ലേ എന്താണ് സ്റ്റോക്കിങ്ങിൽ കുറവൊന്നും വരാതെ അല്ലെ, ഡിക്രീസ് ഒന്നും വരാത്ത രീതിയിൽ എന്ത് ചെയ്യുക, നിരന്തരമായ പ്രവർത്തനം നിലനിർത്താൻ ആവശ്യമായ മെറ്റീരിയൽസ് സപ്ലൈസ് നടത്തുക, മെറ്റീരിയൽസ് നൽകുക. എന്താണ് to provide supplies available when needed to maintain constant operation. നിരന്തരമായ പ്രവർത്തനം പ്രൊഡക്ഷനുകള് നിലനിർത്താൻ ആവശ്യമായ സാധനങ്ങൾ നൽകുക. To have a stock of goods when required through reduction or purchase. എന്താണ് നമുക്ക് കുറയ്ക്കുക അല്ലെങ്കിൽ വാങ്ങൽ പർച്ചേസ് ചെയ്യുക വഴി എന്താണ് ആവശ്യമുള്ളപ്പോൾ സാധനങ്ങളുടെ സ്റ്റോക്ക് നിയന്ത്രിക്കുക, കൺട്രോൾ ചെയ്യുക. ഇപ്പൊ നമുക്ക് ചിലപ്പോ ഒരു സാധനം നമ്മൾ നിർമ്മിക്കുന്നതിനായിട്ട് നമുക്ക് 2 എണ്ണം 3 എണ്ണം വേണ്ടി വരും. പക്ഷെ നമുക്ക് എന്താണ് 2 എണ്ണം യൂസ് ചെയ്ത് കഴിഞ്ഞാല് നമുക്കത് കുറയ്ക്കാൻ പറ്റും അല്ലെ, ഒരെണ്ണം എക്സ്ട്രാ നമുക്ക് അഡീഷണൽ ആയിട്ട് സേവ് ചെയ്യാൻ പറ്റും. ആണോ? സേവ് ചെയ്യാൻ പറ്റും. അതിനെ കുറയ്ക്കൽ വഴി, അതല്ലെങ്കിൽ നമ്മൾ എന്താണ് പർച്ചേസ് ചെയ്യുക, വാങ്ങൽ വഴി എന്താണ് ആവശ്യമുള്ളപ്പോൾ സ്റ്റോക്കുകൾ നിയന്ത്രിക്കുക. റിട്ടേൺ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അറ്റ് ദി മിനിമം ലെവൽ പോസിബിൾ. സാധ്യമായ ഏറ്റവും കുറഞ്ഞ തലത്തില് മൂലധന നിക്ഷേപം നിലനിർത്തുക. നമ്മൾ സ്റ്റോക്കുകൾ കൺട്രോൾ ചെയ്ത് കണ്ടിട്ട് നമ്മുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യുക, നിലനിർത്തുക. എസ്റ്റാബ്ലിഷ് കൺട്രോൾസ് ഫോർ ദ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻവെന്ററി. സാധനങ്ങളുടെ ഉൽപാദനത്തിനും വിതരണത്തിനും നിയന്ത്രണം സ്ഥാപിക്കുക. Establish control for the production distribution of inventory. ഇൻവെന്ററി എന്ന് പറഞ്ഞാല് സ്റ്റോക്കുകൾ. അപ്പൊ സാധനങ്ങളുടെ ഉൽപാദനത്തിനും അതായത് പ്രൊഡക്ഷൻ ചെയ്യുന്നതിനും അത് ഡിസ്ട്രിബ്യൂട്ട് വിതരണം ചെയ്യുന്നതിനും വേണ്ടിയിട്ട് സ്റ്റോക്കുകൾ നിയന്ത്രിക്കുക. ആദ്യം തന്നെ അവിടുത്തെ സാധാരണ പ്രവർത്തനം കോൺസ്റ്റന്റ് ഓപ്പറേഷന് വേണ്ടിയിട്ട് ആവശ്യമായ സാധനങ്ങള് സപ്ലൈ ചെയ്യുക, നൽകുക. രണ്ടാമത്തത് എന്താണ് സാധനങ്ങളുടെ റിഡക്ഷൻ കുറയ്ക്കലോ അതല്ലെങ്കിൽ പർച്ചേസ് ചെയ്യലോ വഴി നമ്മുടെ സ്റ്റോക്ക് നിയന്ത്രിക്കുക. നെക്സ്റ്റ് മൂന്നാമത്തത് സാധ്യമായ ഏറ്റവും കുറഞ്ഞ ചെലവില് മൂലധന നിക്ഷേപം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നിലനിർത്തുക. നെക്സ്റ്റ് എന്താണ് നമ്മുടെ സാധനങ്ങളുടെ ഉൽപാദനത്തിനും പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും വേണ്ടി സ്റ്റോക്കുകള് കൺട്രോൾ ചെയ്യുക. ഇൻവെന്ററി സ്റ്റോക്കുകള് കൺട്രോൾ ചെയ്യുക. ക്ലിയർ ആയോ? അത് 2-3 തവണ ഒന്ന് വായിച്ചു നോക്കട്ടാ. Next, if there is no inventory control, അവിടെ ഒരു ഇൻവെന്ററി സ്റ്റോക്ക് കൺട്രോളും ഇല്ല, അവർക്ക് ഒരു നിയന്ത്രണവും ഇല്ല എങ്കിൽ there will be no liability, അവിടെ ഒരു ബാധ്യതയും ഇല്ല. ഓവർ സ്റ്റോക്കിംഗ്, അവിടെ എന്ത് വരുന്നു? ഓവർ സ്റ്റോക്കിംഗ് എന്ന് വരുന്നു അല്ലെ, ഒരുപാട് സ്റ്റോക്ക് ആയിട്ട് വരുന്നു, ഒരുപാട് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഗുഡ്സുകളൊക്കെ അവർ സ്റ്റോക്ക് ചെയ്യുന്നു. അണ്ടർ സ്റ്റോക്കിംഗ്, ചിലപ്പോ എന്താണ് മെറ്റീരിയൽസ് സ്റ്റോക്കിന്റെ ആ ലെവലിൽ പോകില്ലാതെ അണ്ടറിലേക്ക് പോവാം, അടിയിലേക്ക് പോവാം. ലോസ് ഓഫ് മെറ്റീരിയൽസ് നഷ്ടപ്പെടാം. ആൻഡ് എക്സെട്ര ആൻഡ് ഇറ്റ് റിലീസ് എ ലോട്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പൊ ഒരിക്കൽ എന്ത് വരുന്നു? ഇങ്ങനെ സംഭവിക്കുമ്പോ അവിടെ എന്ത് വരുന്നു? ഒരുപാട് പൈസ അവർക്ക് ചെലവാക്കേണ്ടി വരുന്നു അല്ലെ. വർക്കിംഗ് ക്യാപിറ്റൽ ചെലവ് വരുന്നില്ലേ? പ്രവർത്തന ചെലവ് ഇവർക്ക് ഒരുപാട് വരുന്നു അല്ലെ. സ്റ്റോക്ക് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ചിലപ്പോ ഒരുപാട് സ്റ്റോക്ക് വരും, അതല്ലെങ്കിൽ അണ്ടർ സ്റ്റോക്ക് വരും. ഓവർ സ്റ്റോക്ക് വന്നാൽ എന്താണ്? ചിലപ്പോ അത് നശിച്ചു പോകും അല്ലെ. ബൾക്കായിട്ടുള്ള രീതിയിൽ ഒരുപാട് സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നശിച്ചു പോകും. അണ്ടർ സ്റ്റോക്കിംഗ് ആയി കഴിഞ്ഞാൽ എന്താണ്? ഇവർക്ക് ചിലപ്പോ ക്യാരിയിങ് കോസ്റ്റ്, ഷോർട്ടേജ് കോസ്റ്റ് ഒക്കെ കൂടും അല്ലേ? ആണോ?
പിന്നെ ലോസ് ഓഫ് മെറ്റീരിയൽസ് നഷ്ടപ്പെട്ടാൽ ഇവർക്ക് നഷ്ടമല്ലേ വരുന്നത്. ഇറ്റ് റിലീസ് എ ലോട്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പൊ അത് എന്ത് ചെയ്യുന്നു, ഇവർക്ക് ഒരുപാട് പ്രവർത്തന ചെലവ് വരുന്നു. Reserve stock is the stock kept to provide uncertainty in consuming rate or lead time of the material. Reserve stock ഇത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോ കൺഫ്യൂഷൻ വരാം. റിസർവ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രവർത്തനങ്ങളില്ലേ, അതായത് ഉപഭോക്തൃ നിരക്കിലോ നമുക്ക് അല്ലെങ്കിൽ ലീഡ് ടൈം കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ അഡീഷണൽ ആയിട്ട് സ്റ്റോക്ക് ചെയ്യില്ലേ, കുറച്ച് കൂടുതലായിട്ട് സ്റ്റോക്ക് ചെയ്യില്ലേ. സ്റ്റോക്ക് ചെയ്യോ? അതിനെയാണ് റിസർവ്ഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒന്നുകൂടെ റിസർവ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ബഫർ സ്റ്റോക്ക്, കരുതൽ സ്റ്റോക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. റിസർവ് സ്റ്റോക്ക് എന്ന് വെച്ചാല് നമ്മുടെ അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പിന്നെ നമ്മൾ ഒരു സാധനം ഓർഡർ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നതിന് വേണ്ടി ഒരു സമയം എടുക്കില്ല, അതല്ലേ ലീഡ് ടൈം. ആണോ? ആ ലീഡ് ടൈമും ഉപയോഗ നിരക്കും കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, ഉപഭോഗ നിരക്ക് കുറയ്ക്കുന്ന അഡീഷണൽ ആയിട്ട് കുറച്ച് സ്റ്റോക്ക് ചെയ്യില്ലേ, അതിനെയാണ് റിസർവ് സ്റ്റോക്ക് എന്ന് പറയുന്നത്, അതായത് കരുതൽ സ്റ്റോക്ക്. ക്ലിയർ ആയോ? കരുതി വെക്കുന്ന സ്റ്റോക്ക്. ക്ലിയർ ആയോ? എന്താ reorder level or reorder point, അതിൽ ഉണ്ടല്ലോ is the stock level of റിസർവ് സ്റ്റോക്ക്. ഒന്നുകൂടെയും പറയണം, റിസർവ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ കരുതൽ സ്റ്റോക്ക് ആണ്. അതായത് ഒരു മെറ്റീരിയലിന്റെ ഉപഭോഗ നിരക്ക് ഉണ്ടാവും, അതായത് ഒരു കറക്റ്റ് ഓർഡർ സ്റ്റോക്ക് ലെവൽ ഉണ്ടാവും ഓരോ മാനുഫാക്ചറേഴ്സും. അപ്പൊ അത് കുറയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ അതിന്റെ നമുക്കത് ഒരു സാധനം ഓർഡർ കൊടുത്തിട്ട് അത് കൊണ്ടുവരുന്ന സമയമില്ലേ, ലീഡ് ടൈം, അത് കുറയ്ക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കരുതി വെക്കുന്ന സ്റ്റോക്കിൽ അഡ്വാൻസ് ആയിട്ട് കുറച്ച് സ്റ്റോക്ക് നമ്മൾ മാറ്റി വെക്കും, സൂക്ഷിച്ചു വെക്കും. അതിനെയാണ് റിസർവ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ ആയോ? Next, reorder level or reorder point is the stock level of any item in economic order quantity terms that can be disposed of so that the order can arrive in time to keep away from the stock out. Reorder level എന്നത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയിലെ നിബന്ധനകളിലെ ഏതെങ്കിലും ഇനത്തിന്റെ ലെവലാണ്. അത് നീക്കം ചെയ്യാൻ കഴിയുന്നതിനാൽ സ്റ്റോക്കിൽ നിന്ന് അകന്നു നിൽക്കാൻ കൃത്യസമയത്ത് ഓർഡർ ലഭിക്കുന്നു. എന്ന് വെച്ചാല് അങ്ങനെയൊന്നും വേണ്ട, അതില് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. റീഓർഡർ ലെവൽ അല്ലെങ്കിൽ റീഓർഡർ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സാധനം തീർന്നു പോകുന്നതിന് മുമ്പ് തന്നെ അതെന്ത് ചെയ്യുക, രണ്ടാമത് റീഓർഡർ ചെയ്ത് സ്റ്റോക്ക് ചെയ്യുക. ഒരു സാധനം തീർന്നു പോകുന്നതിന് മുമ്പ്, ഒരു സാധനത്തിന്റെ സ്റ്റോക്ക് തീർന്നു പോകുന്നതിന് മുമ്പ് തന്നെ റീഓർഡർ ചെയ്ത് സൂക്ഷിക്കുന്നതിനെയാണ് റീഓർഡർ ലെവൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അത് എന്ത് ചെയ്യാം, ആ സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് അല്ലെ, ഷോർട്ടേജ് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതുതായിട്ട് ഓർഡർ ചെയ്ത് നമുക്ക് കിട്ടും സാധനങ്ങൾ, മെറ്റീരിയൽസ് അല്ലെങ്കിൽ പ്രോഡക്ട്സുകള്. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങള് തീർന്നു പോകുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് സ്റ്റോക്ക് കിട്ടുന്നു. ക്ലിയർ ആയോ? ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി മിസ് പറഞ്ഞില്ലേ, ഒരു പെർട്ടിക്കുലർ നമ്പർ ആണെന്നല്ലേ, ഒരു ക്വാണ്ടിറ്റി ആണ്. അപ്പൊ ആ ക്വാണ്ടിറ്റിയിൽ നിന്ന് വ്യത്യാസം വരാത്ത രീതിയിൽ, അതിൽ കുറവ് വരാത്ത രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇവിടെ തീരുന്നതിനനുസരിച്ച് വീണ്ടും സ്റ്റോക്ക് ചെയ്ത് നമുക്ക് ആ സാധനം ലഭ്യമാക്കുന്നു. അതിനെയാണ് റീഓർഡർ ലെവൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. Next, kinds of order that is placed. Enter the
സയൻസിൽ ഏതൊക്കെ ടൈപ്പ് ഓർഡർ ആണ് ബേസ് ചെയ്യുന്നത്? സൈക്ലിക്കൽ ആൻസ് അല്ല, ഓർഡർ. Cyclical order system. This system is a fixed interval order of the periodic review system. ഈ സിസ്റ്റം ഈ ഓർഡർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഇന്റർവെല്ലിലായിരിക്കും. ഇപ്പൊ ഓരോ മാസം കൂടുമ്പോഴായിരിക്കും നമ്മൾ ഓർഡർ കൊടുക്കുന്നത്. പക്ഷെ അതെന്താണ്, കറക്റ്റ് ക്വാണ്ടിറ്റിയിലല്ല ഓർഡർ കൊടുക്കുന്നത്. നമ്മളിപ്പോ ഈ മാസം 100 കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അടുത്ത മാസം ചിലപ്പോൾ അതിൽ കൂടുതൽ വേണ്ടി വരും അല്ലെ. അപ്പൊ നമ്മൾ എത്ര കൊടുക്കും? 200 എണ്ണം കൊടുക്കും. പിന്നത്തെ മാസം നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും 150 വേണ്ടി മതിയുള്ളൂ വരും. അങ്ങനെ ഒരു പീരിയോഡിക് റിവ്യൂ ആയിട്ട് അല്ലെ നമുക്ക് ആവശ്യമായി വരുന്നതനുസരിച്ച് എന്ത് വരുന്നു? നമ്മൾ ഓർഡർ കൊടുക്കുന്ന ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുന്നു. ഇന്റർവെൽ എന്തായിരിക്കും? ഫിക്സഡ് ഇന്റർവെൽ ആയിരിക്കും. ക്ലിയർ ആയോ? ഓരോ മാസം കൂടുമ്പോഴും നമ്മൾ ചിലപ്പോൾ പർച്ചേസ് ചെയ്യും. പക്ഷെ അതിൽ വരുന്ന ക്വാണ്ടിറ്റിയിൽ എന്ത് വരാം? ചേഞ്ചസ് വരാം. ക്ലിയർ ആയോ? Next, fixed quantity system. Fixed അതിൽ തന്നെ ഉണ്ട് അല്ലെ. ഫിക്സഡ് ക്വാണ്ടിറ്റിയില് ഡിഫറെന്റ് ഇന്റർവെൽസില് നമ്മൾ ഓർഡർ കൊടുക്കുന്നത്. This system is based on ordering fixed quantities at different intervals. എന്താണ്? ഡിഫറെന്റ് ഇന്റർവെൽസില് ഫിക്സഡ് ക്വാണ്ടിറ്റിയില് നമ്മ ഓർഡർ കൊടുക്കുന്നത്. ഇപ്പൊ ചിലപ്പോ ഈ മാസം നമ്മ എന്താണ് ഒരു മാസം കഴിഞ്ഞിട്ട് ഈ മാസം കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോ ഇനി അടുത്ത മാസം എങ്ങനെയായിരിക്കും? 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും ഓർഡർ കൊടുക്കുന്നത്. പക്ഷെ നമുക്ക് കൊടുക്കുന്ന ക്വാണ്ടിറ്റി എങ്ങനെയായിരിക്കും? ഈ മാസം 100 കൊടുത്തെങ്കിൽ പിന്നെ കൊടുക്കുമ്പോൾ എത്ര തന്നെയായിരിക്കും കൊടുക്കുന്നത്? 100 തന്നെയായിരിക്കും. ഡിഫറെന്റ് അല്ല, ക്വാണ്ടിറ്റി സെയിം. അല്ല, ഫിക്സഡ് ക്വാണ്ടിറ്റി ആണ്. ക്വാണ്ടിറ്റി സെയിം, ഇന്റർവെൽ ചേഞ്ച്. മറ്റേതില് ഇന്റർവെൽ സെയിം, ക്വാണ്ടിറ്റി ഡിഫറെന്റ്. ക്ലിയർ ആയോ? കണക്ട് ചെയ്ത് പഠിക്കും. ക്ലിയർ ആയോ എല്ലാവർക്കും? Next, two-bin system. Two-bin system, when the item cannot be measured on the basis of any pre-agreed value or term, the order will be placed on the basis of logical reasoning after inquiring the volume contained in the containing box. എന്താണ് നമുക്ക് ആ സാധനം നമുക്ക് പ്രീഡിറ്റർമിനേറ്റ് ചെയ്ത് കാണിട്ട് നമുക്ക് മുൻകൂട്ടി നിശ്ചയിച്ച് നമുക്ക് ഓർഡർ കൊടുക്കാൻ പറ്റില്ല. ഇത്ര ക്വാണ്ടിറ്റി, ഇത്ര സെയിം ക്വാണ്ടിറ്റിയിൽ വേണം, ഇത്ര അളവുണ്ടെന്ന് ഒന്നും ഓർഡർ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഒരു ലോജിക്കൽ ആയിട്ട്, നമ്മൾ ഒരു യുക്തിപരമായി, ഒരു ബുദ്ധിപരമായി തിങ്ക് ചെയ്ത് ചിന്തിച്ച് കണ്ട് എന്ത് ചെയ്യുന്ന ഓർഡർ നൽകുന്ന. എക്സാമ്പിൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് തന്നിട്ടുണ്ട്. അപ്പൊ നോക്കിയേ, പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറഞ്ഞ പൊടിയാണ് അല്ലെ, പൗഡർ അല്ലേ. നമുക്കത് പറയാൻ പറ്റുമോ എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റുമെന്ന്? ഇല്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? യുക്തിപരമായി ചിന്തിച്ചല്ലേ അതൊരു ഓർഡർ എടുക്കും. ഗോസ് എന്ന് പറഞ്ഞാല് നെയ്തെടുത്ത, നമ്മൾ ഈ ഹോസ്പിറ്റലിലുള്ള പഞ്ഞിയൊക്കെ ഇല്ലേ, നമുക്ക് പറയാൻ പറ്റുമോ ഒരു സെറ്റ് പഞ്ഞി എത്ര ആൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന്? നമുക്ക് പറയാൻ പറ്റുമോ? പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ നമ്മൾ എന്തായിരിക്കും? നമുക്ക് ഒരു ലോജിക്കലായിട്ട് അല്ലെ, നമ്മൾ ഒരു ബുദ്ധിപരമായി ചിന്തിച്ചിട്ടായിരിക്കും അത് ഓർഡർ കൊടുക്കുന്നത്. ഈ ഡ്രസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇതില്ലേ, തുണി, ക്ലോത്ത്, അത് നമുക്ക് പറയാൻ പറ്റുമോ എത്ര ആൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന്? ഒരു സെക്ഷൻ എടുത്ത് അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു ലോജിക്കലായിട്ട് അത് കണ്ടെയ്ൻ ചെയ്യുന്ന ബോക്സിലേക്ക് ഉണ്ടാവും എന്നുള്ള ഒരു തിങ്ക് ചെയ്തങ്ങാണ്ട് നമ്മത് ഏകദേശം ഒരു കണക്ക് കൊടുക്കും പർച്ചേസ് ചെയ്യും. അതിനെയാണ് ട്യൂബിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പം ബാക്കി ഇനി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am.